ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി ബോട്ടണി ടേസ്റ്റി ബോട്ടണി. അപ്പോൾ സെക്കൻഡ് ഇയറിലെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്നുള്ള ചാപ്റ്റർ ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര സീനാണ്, ഒന്നും മനസ്സിലാകുന്നില്ല ടീച്ചർ, അതൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കുറച്ച് പ്രയാസമുള്ള പോലെ നമുക്ക് തോന്നും. പക്ഷേ എൻ്റെ ഈ ക്ലാസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത്രയും സിമ്പിളായിട്ട് ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആവില്ല. കാരണം അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് എങ്ങനെ ഈസി ആയിട്ട് ചാപ്റ്റർ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, എന്നിട്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആയോ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾ സെക്കൻഡ് ഇയറിൽ ഏറ്റവും പ്രയാസം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. വേറൊരു കാര്യം ഉണ്ടോ, സെക്കൻഡ് ഇയറിൽ ഇപ്പം നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ, 5 ചാപ്റ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഏത് ചാപ്റ്ററിൽ നിന്നും എവിടെ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ റെഡി ആവാം അല്ലേ. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണ് ബയോടെക്നോളജി. നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, സിമ്പിളാണ്. ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ മക്കളെ, ബയോടെക്നോളജി മീൻസ് ഇറ്റ് ഈസ് ദ ടെക്നിക്സ് ഓഫ് യൂസിങ് ലിവിങ് ഓർഗാനിസംസിനെ യൂസ് ചെയ്തുകൊണ്ടുള്ള ടെക്നിക്കുകളാണ് അല്ലേ. ജീവജാലങ്ങളെ യൂസ് ചെയ്തുകൊണ്ടുള്ള ടെക്നിക്കുകളാണ്. ഒപ്പം തന്നെ പഠിച്ചു പോകട്ടോ. ഓർ എൻസൈംസ് ടു പ്രൊഡ്യൂസ് പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യന്മാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക, അതുപോലെ അത് ആവശ്യമായിട്ടുള്ള പ്രോസസ്സുകൾ, പല കാര്യങ്ങൾക്കും ആവശ്യമുള്ള പ്രോസസ്സുകൾ പിന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ബയോ മീൻസ് ബയോളജി, ജീവനുള്ളത്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജീവനുള്ളവയെ യൂസ് ചെയ്തുകൊണ്ടുള്ള ടെക്നോളജിക്കാണ് നമ്മൾ എന്ത് പറയാ, ബയോ ടെക്നോളജി. ഒരു കാര്യം ഞാനിപ്പോൾ പറയാം, ഇത് ഒരു ഫുൾ വീഡിയോ ആണ് കേട്ടോ. ഈ ബയോടെക്നോളജിയുടെ ഒരു ഫുൾ വീഡിയോ ആണ്. അത് കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എന്നിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കേട്ടോ, നിങ്ങൾക്കത് ഏത് ഭാഗമാണ് ഇഷ്ടമായത് എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് ടെക്നിക്സ് ഓഫ് യൂസിങ് ലിവിങ് ഓർഗാനിസംസ് ഓർ എൻസൈംസ് ടു പ്രൊഡ്യൂസ് പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീയിങ്സ് അല്ലേ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ദെൻ ഇനി നമ്മൾ ഈ ബയോടെക്നോളജിയെ ഇവ പുതിയതായിട്ടുള്ള ഒരു സംഭവമായിട്ടല്ല ബയോടെക്നോളജിയെ പറയുന്നത്. ബയോടെക്നോളജി മുന്നേ നമുക്ക് ആൻഷ്യൻ ബയോടെക്നോളജി ഉണ്ടായിരുന്നു. മുന്നേ ബയോളജിക്കൽ ഓർഗാനിസംസിനെ വെച്ചിട്ടുണ്ടായിരുന്ന ടെക്നോളജി. അപ്പൊ ഏതൊക്കെയാ മക്കളെ? ഒന്ന്, ആൻഷ്യൻ ബയോടെക്നോളജി മേക്കിംഗ് കേർഡ്, ബ്രെഡ്, വൈൻ അല്ലേ. തൈര് ഉണ്ടാക്കുന്നത്, നമ്മൾ പാല് പുളിപ്പിച്ച് മൈക്രോ ഓർഗാനിസംസിനെ വെച്ച് പുളിപ്പിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്, കേർഡ് തൈര് ഉണ്ടാക്കുന്നത്, ബ്രെഡ് ഉണ്ടാക്കുന്നത്, വൈൻ ഉണ്ടാക്കുന്നത്. ദെൻ ഇപ്പോഴത്തെ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ടെസ്റ്റ് ട്യൂബ് ബേബിയിലെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ജീനുകളെ സിന്തസിസ്, ദെൻ നമുക്ക് DNA വാക്സിൻസ് ഉണ്ടാക്കുന്നുണ്ട്, ജീൻ തെറാപ്പി ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മോഡേൺ ബയോടെക്നോളജിയിൽ വരുന്നത്. അപ്പൊ ഈ ബയോടെക്നോളജി നമ്മൾ ആൻഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ മോഡേൺ ബയോടെക്നോളജിയിലാണ് ഉള്ളത്. എന്തൊക്കെയാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഈ ബയോടെക്നോളജിയെ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. സെയിം. ഇനി ഇത് കഴിഞ്ഞ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ക്വാർട്ടറിലേക്ക് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി. സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജിക്ക് 2 പ്രിൻസിപ്പിൾസ് ഉണ്ട് മക്കളെ. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ജീനുകളുടെ എഞ്ചിനീയറിംഗ് നടത്തുക അല്ലെ. സിമ്പിൾ ടെക്നിക്സ് ടു ആൾട്ടർ the chemistry
ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയലിന്റെ കെമിസ്ട്രിയെ ഓൾട്ടർ ചെയ്യുക. അപ്പൊ നമുക്കറിയാം അതിന്റെ കെമിസ്ട്രി ATCG ഇങ്ങനെയുള്ള കെമിസ്ട്രിയാണ് ജനറ്റിക് മെറ്റീരിയലിനുള്ളത് അല്ലെ. അപ്പൊ അതിന്റെ കെമിസ്ട്രിയെ ഓൾട്ടർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പൾ. ഫസ്റ്റ് വൺ ജനറ്റിക് എഞ്ചിനീയറിംഗ് techniques to alter the chemistry of genetic material. ഇനി മക്കളെ രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് that is bioprocess engineering. ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈക്രോ ഓർഗാനിസംസിനെ വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഓർഗാനിസംസിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബയോടെക്നോളജി നടത്തുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? മെയിൻറ്റെയിൻ സ്റ്റെറൈൽ കണ്ടീഷൻ, സ്റ്റെറൈൽ ആയിട്ടുള്ള എൻവയറമെന്റൽ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. സ്റ്റെറൈൽ കണ്ടീഷൻ to enable the growth of only desired microbes. കുറേ കണ്ട മൈക്രോ ഓർഗാനിസംസ് എല്ലാം കൂടി ഇവിടെ വളരാൻ പാടില്ല. നമ്മൾ ഉദ്ദേശിച്ച മൈക്രോ ഓർഗാനിസം മാത്രമേ വളരാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു സ്റ്റെറൈൽ എൻവയറമെന്റൽ കണ്ടീഷൻ കൊടുക്കണം. അങ്ങനെ രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് ബയോടെക്നോളജിക്ക് ഉള്ളത്. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ്, രണ്ടാമത്തത് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ മെയിൻ്റെനൻസ് സ്റ്റെറൈൽ എൻവയറമെന്റൽ കണ്ടീഷൻ. ഓക്കെ, അപ്പോ നമ്മള് റീകോമ്പിനന്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് നമുക്ക് പറയുന്നത് ഫസ്റ്റ് ഇതിൽ എന്താണ്? നമുക്ക് അറിയാം ജീവജാലങ്ങള് സെക്ഷൽ റീപ്രൊഡക്ഷൻ മുഖേന ഉണ്ടാകുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ മുഖേന ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ മെയിൽ പാരന്റ് ഉണ്ടാവും, ഫീമെയിൽ പാരന്റ് ഉണ്ടാവും. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരേ ഒരു പാരന്റേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാട്ടോ. അത് ടീച്ചർ ഇതിൽ നമ്മൾ എന്താന്ന് വെച്ചാല് ജനറ്റിക് എഞ്ചിനീയറിങ്ങിന് ഈ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ മുകളിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തിനാ നമ്മൾ ഇതൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് വേരിയേഷൻ അല്ലെ. സെക്ഷൽ റീപ്രൊഡക്ഷൻ മുഖേന വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവം കുട്ടികളിലോട്ട് വരുന്നതിനോട് കൂടി തന്നെ നിങ്ങൾ സോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. ജനറ്റിക്സിൽ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്, ഇവരുടെ സ്വഭാവം അല്ലാത്ത വേറൊരു സ്വഭാവം. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അൺഡിസൈറബിൾ ജീൻസ്. ഇവിടെ നോക്കൂ, നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ജീൻസ് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ നല്ല സ്വഭാവങ്ങൾ അല്ലാണ്ട് അൺഡിസൈറബിൾ ആയിട്ടുള്ള കുറെ ജീനിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതായത് അച്ഛനിലുണ്ടാവുന്ന കുറെ അൺഡിസൈറബിൾ ജീനും അമ്മയിലുണ്ടാവുന്ന കുറെ അൺഡിസൈറബിൾ ജീനും എല്ലാം കൂടി കഴിഞ്ഞ് കുട്ടി എന്താവും? ഒരു വലിയ അൺഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒരു കുട്ടിയായി മാറും. സോ അലോങ് വിത്ത് ഡിസൈറബിൾ ജീൻസ് അല്ലെ, ഡിസൈറബിൾ ജീൻസിന്റെ കൂടെ എന്തുണ്ടാകുന്നുണ്ട്? അൺഡിസൈറബിൾ ജീൻസ് കൂടി അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ കുട്ടിയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മക്കളെ? ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇൻട്രൊഡ്യൂസിങ് ഓൺലി one or two sets of desirable genes. ഒന്നോ രണ്ടോ സെറ്റ് ഡിസൈറബിൾ ജീനുകൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാകുന്നത് ഈ ആളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വിതൗട്ട് ഇൻട്രൊഡ്യൂസിങ് അൺഡിസൈറബിൾ ജീൻസ്, അതായത് സെലക്റ്റീവ് ആയിട്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് മാത്രം എടുത്തുകൊണ്ടാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു അഡ്വാൻറ്റേജ് ആണ് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും വരാൻ സാധ്യതയുണ്ട്. അതിനു പകരം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് ഇന്ന നല്ല ക്യാരക്ടേഴ്സ് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് മക്കളെ, ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് റീകോമ്പിനന്റ് DNA, ആദ്യത്തെ റീകോമ്പിനന്റ് DNA എങ്ങനെയാണ് ഉണ്ടാക്കിയത്? അപ്പൊ ടീച്ചർ ആദ്യം എന്താണ് ഈ റീകോമ്പിനന്റ് DNA എന്ന് പറഞ്ഞാൽ? റീകോമ്പിനന്റ് DNA എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു DNAയുടെ കൂടെ ഇനി നമ്മള് വേറൊരു DNA കൂടി കൂട്ടിച്ചേർത്താൽ എന്ത് സംഭവിച്ചു? ഇത് രണ്ടും കൂടി ചേർന്നു അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? റീകോമ്പിനന്റ് DNA എന്ന് പറയാ. ഒന്നിന്റെ കൂടെ മറ്റൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് നമ്മൾ റീകോമ്പിനന്റ് DNA എന്ന് പറയും. ഇതാണ് ഫസ്റ്റ് പറയുന്നത്
recombinant DNA, combination of DNA from two sources. രണ്ട് സോഴ്സുകളിൽ നിന്ന് DNA കോമ്പിനേഷൻ ആണ് നമ്മൾ എന്ത് പറയാ, റീകോമ്പിനന്റ് DNA. നിങ്ങൾക്ക് മനസ്സിലാകാനാണ് കേട്ടോ കുറച്ച് സ്ലോ ആയിട്ട് പറയുന്ന. കാരണം ഈ വീഡിയോ കണ്ടിട്ട് മാത്രം പഠിച്ചു കഴിഞ്ഞിട്ട് ഫുൾ മാർക്ക് കിട്ടേണ്ട രീതിയിലാണ് ഇത് ചെയ്യുന്നത്. സോ നമുക്ക് അങ്ങനെ ഭയങ്കര സ്പീഡിൽ പറയാൻ പറ്റില്ല, കാരണം കുറച്ച് പ്രയാസമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, in 1972 ആരാണ് ആദ്യത്തെ റീകോമ്പിനന്റ് DNA ഉണ്ടാക്കിയത്? സ്റ്റാൻലി കോഹിൻ ആൻഡ് ഹെർബർട്ട് ബോയർ. ഇത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് റീകോമ്പിനന്റ് DNA ക്രിയേറ്റഡ് ബൈ സ്റ്റാൻലി കോഹിൻ ആൻഡ് ഹെർബർട്ട് ബോയർ. അവരെങ്ങനെയാണ് ഈ റീകോമ്പിനന്റ് DNA ക്രിയേറ്റ് ചെയ്തത് മക്കളെ? They introduced antibiotic resistance gene from സാൽമണല്ല ടൈഫിമീഡിയം എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ നിന്ന് ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ അവരെടുത്തു. ഓക്കെ, ഈ ബാക്ടീരിയയിൽ നിന്ന് ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ എടുത്തു. എന്നിട്ട് ആ ജീനിനെ ഈക്കോളി ബാക്ടീരിയയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ നമ്മളൊരു ജീൻ എടുത്തു എന്ന് വിചാരിക്കുക, അതിനെ ഒരു ഈക്കോളി ബാക്ടീരിയയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ യൂസിങ് എ പ്ലാസ്മിഡ് വെക്റ്റർ. അപ്പൊ അതായത് ഇപ്പൊ ഇവരെടുത്ത സാൽമോണല്ലയിൽ നിന്നെടുത്ത ജീൻ ഇതാന്ന് വിചാരിക്കുക, അതിനെ ഒരു പ്ലാസ്മിഡ് വെക്റ്ററുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇതിനെ രണ്ടിനെയും കൂടി, അതായത് ഇപ്പൊ ഇത് റീകോമ്പിനന്റ് DNA ആയില്ലേ, ഇതിനെ രണ്ടിനെയും കൂടി വളരാൻ വേണ്ടിയിട്ട് എങ്ങോട്ടോ ഇട്ടു, ഒരു ഈക്കോളി ബാക്ടീരിയയിലോട്ട് ഇട്ടു. ഓക്കെ, ഇങ്ങനാണ് ഇവര് സ്റ്റാൻലി കോഹിനും ഹെർബർട്ട് ബോയറും ഫസ്റ്റ് റീകോമ്പിനന്റ് DNA കൺസ്ട്രക്ട് ചെയ്തത് മക്കളെ. എങ്ങനെയാ? ദേ ഇൻട്രൊഡ്യൂസ്ഡ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ എവിടെ നിന്ന് എടുത്തു? സാൽമോണെല്ല ടൈഫിമീഡിയം എന്ന ബാക്ടീരിയയിൽ നിന്ന് എടുത്തു. ആൻഡ് ദേ introduced or they joined with the plasmid vector ആയിട്ട് ജോയിൻ ചെയ്തു. എന്നിട്ട് അതിനെ ഈക്കോളി ബാക്ടീരിയയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇതൊക്കെ എങ്ങനെ ചെയ്യാ എന്നുള്ളത് ഞാൻ കുറെ മുന്നേ ചെയ്തൊരു വീഡിയോ ഇതിലുണ്ട്. കറക്റ്റ് ആയിട്ട് അത് കട്ട് ചെയ്തിട്ട് എങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാന്നൊക്കെ ഉള്ള ഒരു മോഡലൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട്, അത് വേണമെങ്കിൽ ഞാൻ ഇതിലൊന്ന് ലിങ്ക് ചെയ്തിടാം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് അവര് ആദ്യത്തെ റീകോമ്പിനന്റ് DNA ഉണ്ടാക്കിയത് അല്ലേ. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ മക്കളെ. ദെൻ ഇനി ടീച്ചർ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് നമ്മുടെ ബുക്കിൽ കുറെ കാര്യം അവിടെ പറയുന്നു, കുറെ കാര്യം ഇവിടെ പറയുന്നു, അങ്ങനെ പറയുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ കൺഫ്യൂഷൻ. ടീച്ചർ ഇത് തുടക്കം മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു സംശയത്തിനും ഇടവരാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നല്ലോണം നോക്കുക കേട്ടോ. എങ്ങനെ ബ്രീഫായിട്ട്, എങ്ങനെ ഈസി ആയിട്ട്, എങ്ങനെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ബയോടെക്നോളജി ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയൂ വളരെ ഈസിയാണ് ഈ ചാപ്റ്റർ, എനിക്ക് ഫുൾ മാർക്കാന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ബയോടെക്നോളജി ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരാള്, നമ്മുടെ കയ്യിൽ കുറച്ച് ടൂൾസ് ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ ആവശ്യമുള്ള ടൂൾ? നമ്മളെ ജീനുകളെ മുറിക്കണം, ജീനുകളെ കൂട്ടി യോജിപ്പിക്കണം, ഇവയെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകൾ വേണം. അപ്പൊ നമുക്ക് കുറച്ച് ടൂൾസ് ആവശ്യമുണ്ട്. അപ്പൊ എന്താണ് ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ് ഇവിടെ ഫസ്റ്റ് പറയുന്നത് മക്കളെ. എഴുതിയെടുക്കാം. Tools of recombinant DNA technology. First one, restriction enzymes. Restriction enzymes എന്ന് വെച്ചാൽ they are known as molecular scissors. നോക്കുക, അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. molecular scissors എന്നിട്ടൊരു ഹൈഫൺ ഇട്ടിട്ട് അത് എന്താ അതിന് പറയാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ് ഞാൻ പറയുന്നത്. ദെൻ രണ്ടാമത്തത് ലിഗേസസ്. ലിഗേസസ് എന്ന് പറഞ്ഞാല് ഇത് മുറിക്കുന്നു. ഒന്നാമത്തത് മുറിക്കുന്നു, രണ്ടാമത്തത് ഒട്ടിക്കുന്നു. ഈ DNA ഒട്ടിക്കാനുള്ളതാണ് ലിഗേസസ്.
മൂന്നാമത് പോളിമറൈസ്. നമ്മൾ ഈ ന്യൂക്ലിയോടൈഡുകളൊക്കെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് പോകാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് പോളിമറൈസ്. പിന്നെ നമുക്ക് വെക്ടേഴ്സ് ആവശ്യമുണ്ട്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ വെഹിക്കിൾസ് എന്ന് ആലോചിക്കുക. ഈ ജീനുകളെ കൊണ്ടുപോയിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി ആക്കാനുള്ള വെഹിക്കിൾസ് ആണ്. ബാക്കി ടീച്ചർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പറയാട്ടോ. നിങ്ങൾ ഇത് ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഇതുവരെ കേൾക്കാത്ത ഒരാളെന്നുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ ജീനുകളും ആദ്യം കട്ട് ചെയ്തു, ജോയിൻ ചെയ്യിപ്പിച്ചു, then ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് വെഹിക്കിൾസ് ആവശ്യമുണ്ട്. then ഇതിനെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമുണ്ട്? ഒരു ഹോസ്റ്റ് ഓർഗാനിസം ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ കയ്യിൽ ബയോടെക്നോളജി റിസർച്ച് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ടൂൾസ്. ഒന്ന് പറഞ്ഞു നോക്കൂ. ഫസ്റ്റ് വൺ, റെസ്ട്രിക്ഷൻ എൻസൈംസ്. രണ്ടാമത്തത് റെസ്ട്രിക്ഷൻ എൻസൈംസിന് പറയുന്ന മറ്റൊരു പേര് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ, അതെപ്പോഴും ചോദിക്കും. മോളിക്കുലാർ സിസസ്, ദെൻ മോളിക്കുലാർ ഗ്ലൂ അല്ലെങ്കിൽ ലിഗേസുകളെ യൂസ്ഡ് ടു ഗ്ലൂ അല്ലേ, സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലിഗേസുകള്, then polymerase enzymes, vectors and then host organism. ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് വെച്ചാൽ നമുക്ക് ബയോടെക്നോളജി ഇനി ചെയ്ത് തുടങ്ങാനുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലായി. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് പഠിച്ചു പോകും കേട്ടോ. ഇനി നമുക്ക് എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്? ഓക്കെ, റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പഠിക്കാം കേട്ടാ. റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറഞ്ഞാൽ they are used to cut the DNA. DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. റെസ്ട്രിക്ഷൻ എൻസൈംസിനെ ഉപയോഗിക്കുന്നത് DNA മുറിക്കാൻ വേണ്ടിയിട്ട്, DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. Then they belong to the class of enzyme. ഏത് എൻസൈമിന്റെ ഗ്രൂപ്പിൽ വരുന്നവരാ അവര്? ന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞ എൻസൈം ഗ്രൂപ്പിലാണ് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസ് വരുന്നത്. ചിത്രം ടീച്ചർ കൊടുത്താണ്ട് കത്രിക വെച്ച് മുറിക്കുന്നത്. Then ഇനി രണ്ട് ടൈപ്പ് ന്യൂക്ലിയേസസ് ഉണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, എക്സോന്യൂക്ലിയേസ്. എക്സോന്യൂക്ലിയേസ് എന്ന് പറഞ്ഞാല് DNA കട്ട് അറ്റ് ദ എൻഡിൽ കട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസിനാണ് മക്കളെ നമ്മൾ എന്ത് പറയാ? എക്സോന്യൂക്ലിയേസ്. കട്ട് അറ്റ് ദ എൻഡ് അല്ലെ, ഈ എൻഡ് ഭാഗങ്ങള് അറ്റൊക്കെ കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? എക്സോന്യൂക്ലിയേസ് എന്ന് പറയാം. ഇപ്പോ ഇതിന്റെ ഒരു ഭാഗം നമ്മൾ ഈ ഒരറ്റം കട്ട് ചെയ്യുകയാണ് വെച്ചാൽ നമ്മൾ എക്സോന്യൂക്ലിയേസ് എന്ന് പറയും. ദെൻ പിന്നെയുള്ളത് എൻഡോന്യൂക്ലിയേസ് ആണ്. എൻഡോന്യൂക്ലിയേസ് എന്ന് പറഞ്ഞാൽ they make a cut at specific sites within the DNA. DNA ഉള്ളില് അപ്പൊ അതിപ്പോ നമ്മളൊരു DNA ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ ഭാഗത്ത് കട്ട് ചെയ്യുന്നതിനാ ഇവിടെ കട്ട് ചെയ്യുന്നത് നമ്മൾ എന്താ പറയാ? എക്സോന്യൂക്ലിയേസ് എന്ന് പറയും. ദെൻ അതിന്റെ ഉള്ളിൽ പ്രത്യേക പൊസിഷനിൽ കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? എൻഡോന്യൂക്ലിയേസ്. അപ്പോ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറഞ്ഞാൽ അവ DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് എക്സോന്യൂക്ലിയേസും മറ്റൊന്ന് എൻഡോന്യൂക്ലിയേസും. എക്സോന്യൂക്ലിയേസ് എൻഡിലാണ് കട്ട് ചെയ്യുന്നത്, ഓർത്ത് വെക്കുക. എൻഡോ എന്ന് പറയുമ്പോൾ എൻഡ് എന്ന് എഴുതരുത് കേട്ടോ. എൻഡിൽ കട്ട് ചെയ്യുന്നത് എക്സോന്യൂക്ലിയേസ് ആണ്, അറ്റ് സ്പെസിഫിക് പൊസിഷൻസിൽ കട്ട് ചെയ്യുന്നതാണ് എൻഡോന്യൂക്ലിയേസ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കേട്ടോ. നല്ല മാർക്കിന് ചോദിക്കും. ടീച്ചർ പറഞ്ഞിടാകെ 5 ചാപ്റ്റേഴ്സേ ഉള്ളൂ, എല്ലാ ഭാഗത്തൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഫസ്റ്റ് ഇയറിന്റെ പോലെയല്ല, നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാട്ട് സിമ്പിളാണ്. എങ്ങനെ നമ്മൾ ഇവയെ പേരിടണ്ടേ നമ്മുടെ എൻസൈംസിന്, റെസ്ട്രിക്ഷൻ എൻസൈംസിന്. അപ്പൊ എങ്ങനെ പേരിടും? നെയിമിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. അപ്പൊ നോക്കാം. ഒന്നാമത്തെ ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ജീനസ് ഓഫ് പ്രോകാരിയോട്ടിക് സെൽ ഫ്രം വിച്ച് the enzyme isolated. ഒന്നാമത്തെ ലെറ്റർ ജീനസ് നെയിം ആണ്. ഞാൻ എക്സാമ്പിൾ പറയാം, നോക്കൂ. ഇവിടെ നോക്കൂ,
EcoR1 എന്നുള്ള ഒരു എൻസൈം. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് ഇ. ഇ എന്ന് പറയുന്നത് എസേർഷ്യ കോളി ബാക്ടീരിയയുടെ എസേർഷ്യയുടെയാണ് ഇ. യെസ്, അപ്പൊ ഫസ്റ്റ് ലെറ്റർ എസേർഷ്യയുടെ ജീനസ് നെയിമിന്റെ ആദ്യത്തെ അക്ഷരം. ദെൻ ഇനി രണ്ടാമത്തെ സെക്കൻഡ് ലെറ്റർ ആൻഡ് തേർഡ് ലെറ്റർ സ്പീഷീസ് നെയിമിന്റെ ആദ്യത്തെ അക്ഷരങ്ങളാണ്. നോക്കൂ, ഇവിടെ CO കോളിയുടെ 2 ലെറ്റർ, സ്പീഷീസ് നെയിമിന്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സും എടുത്തിട്ട് നമ്മൾ കോ എന്ന് എഴുതി. അപ്പൊ ഈകോ. യെസ്, ആൻഡ് ദെൻ ഇനി നോക്കൂ, നല്ല മനസ്സിലാക്കുക, നല്ലോണം ചോദിക്കുന്ന കേട്ടോ. ഫോർത്ത് ലെറ്റർ ബാക്ടീരിയയുടെ സ്ട്രെയിൻ ആണ്. അതായത് ബാക്ടീരിയക്ക് എസ് സ്ട്രെയിൻ, ആർ സ്ട്രെയിൻ, അങ്ങനെയൊക്കെ കുറെ സ്ട്രെയിൻ ഓഫ് ദ ബാക്ടീരിയ ആണ്. അത് കൂടുതലായിട്ട് പറയുന്നില്ല കേട്ടാ. അപ്പൊ ഈ സ്ട്രെയിൻ ആണ്, ആർ സ്ട്രെയിൻ ആണ് ഈ ബാക്ടീരിയ. ഏതാണ്? ആർ സ്ട്രെയിൻ. ഓക്കെ, ദെൻ ഇനിയുള്ളത് ലാസ്റ്റ് ലെറ്റർ, റോമൻ ലെറ്റർ, ഓർഡർ ഓഫ് ഇൻവെൻഷൻ ഓഫ് ദ എൻസൈം. എത്രാമത്തെ ഈ എൻസൈം, ഈ ബാക്ടീരിയയിൽ നമ്മൾ എടുക്കുന്ന എത്രാമത്തെ എൻസൈമാന്ന് പറയുന്നതാണ്. അത് എത്രാമത്തെ കുട്ടി എന്ന് പറയില്ലേ, നമ്മൾ രാജാക്കന്മാരൊക്കെ ഒന്നാമൻ രണ്ടാമൻ എന്ന് വിളിക്കൂലേ. അപ്പൊ അതാണ് നമ്മുടെ ലാസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചർ ഇത് വെച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. സി, ഫസ്റ്റ് ലെറ്റർ ഇ. ഇ എന്ന് പറഞ്ഞാൽ അത് ജീനസ് നെയിമിന്റെ ആദ്യത്തെ അക്ഷരം. സെക്കൻഡ് ലെറ്റർ ആൻഡ് തേർഡ് ലെറ്റർ സ്പീഷീസ് നെയിമിന്റെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ. ശ്രദ്ധിക്കുക, സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ചോദിക്കും. Then the fourth letter വരുന്നത് ബാക്ടീരിയയുടെ സ്ട്രെയിൻ ആണ്, സ്ട്രെയിൻ ഓഫ് ദ ബാക്ടീരിയ. ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ മക്കളെ ഓർഡർ ഓഫ് ഇൻവെൻഷൻ, എത്രാമത്തെ. അപ്പൊ EcoR1 കേട്ടാ, അവിടെ നമ്മൾ എൻസൈമിന് പേരിട്ടു EcoR1. നല്ല ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ആണെങ്കിൽ നോക്കൂ, ഒരു ഹിൻഡ് 3 എന്ന് പറഞ്ഞ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം. യെസ്, അപ്പൊ അത് എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? ഹീമോഫീലസ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ നിന്നാണ്. അപ്പൊ എച്ച്, ഫസ്റ്റ് ജീനസ് നെയിമിന്റെ ആദ്യത്തെ എച്ച് ഇട്ടു. ദെൻ സ്പീഷീസ് നെയിമിന്റെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ ഇൻഫ്ലുവൻസയില് ഇന്നെടുത്തു. ദെൻ ബാക്ടീരിയയുടെ സ്ട്രെയിൻ ഡി ആണ്. ഈ ഹീമോഫീലസ് ഇൻഫ്ലുവൻസയിൽ നിന്ന് എടുത്ത 3ാമത്തെ എൻസൈം ആണ് ഈ ഹിൻഡ് 3 എന്ന് പറയുന്ന എൻസൈം. സോ അതിന്റെ ഓർഡർ ഓഫ് ഇൻവെൻഷൻ ആയി. ഇപ്പൊ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. എപ്പോഴും ചോദിക്കാറുണ്ട്, ഈസി ആയിട്ട് എഴുതാൻ പറ്റും, ഈസി ആയിട്ട് മാർക്കും കിട്ടുന്നതാണ് ഇത് കേട്ടോ. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എന്നെ പെട്ടെന്ന് മനസ്സിലായത് പറയോ ടീച്ചറെ ഭയങ്കര, ടീച്ചർ ഇങ്ങനെ സ്ലോ ആയിട്ട് പറഞ്ഞാൽ, സ്ലോ ആയിട്ട് പറയുന്നത് ഒന്ന്, ഈ ചാപ്റ്റർ ഭയങ്കര പ്രയാസാന്ന് പറഞ്ഞാലല്ലേ ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകും കേട്ടോ. ഈ നെയിമിങ് ഒന്നുകൂടി നോക്കിക്കോളൂ. ഈ എസേർഷ്യ ജീനസ് നെയിം, CO കോളി സ്പീഷീസ് നെയിം, R സ്ട്രെയിൻ, I ഫസ്റ്റ് ഓർഡർ ഓഫ് ഇൻവെൻഷൻ. Then H ഹീമോഫീലസ് ജീനസ് നെയിം ഇൻഫ്ലുവൻസ, ഇൻ അല്ലേ സ്പീഷീസ് നെയിം, D സ്ട്രെയിൻ, 3 തേർഡ് ഓർഡർ ഓഫ് ഇൻവെൻഷൻ. അപ്പൊ അത് കഴിഞ്ഞ് ഇത് പഠിക്കട്ടോ നന്നായിട്ട്. യെസ്, ഇനി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. യെസ് യെസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് നേരത്തെ നമ്മൾ പറഞ്ഞു. എക്സോന്യൂക്ലിയേസ് ഉണ്ട്, എൻഡോന്യൂക്ലിയേസ് ഉണ്ട്. എക്സോന്യൂക്ലിയേസ് എൻഡുകളിൽ കട്ട് ചെയ്യുന്നു, എൻഡോന്യൂക്ലിയേസ് പ്രത്യേക പൊസിഷനിൽ കട്ട് ചെയ്യുന്നു. നോക്കാം മക്കളെ, എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് നോക്കാം. Enzymes that cut the DNA at a specific palindromic sequence. ഈ ഭാഗം, ഈ ഒരു
ടേം നിങ്ങൾ കാണാണ്ട് പഠിച്ചു വെക്കുക കേട്ടോ. പാലിൻഡ്രോമിക് സീക്വൻസുകളിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ പാലിൻഡ്രോമിക് സീക്വൻസ്? DNA sequence of base pairs that read the same on both forward and backward. മുന്നോട്ടും പിന്നോട്ടും വായിച്ചു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള DNA സീക്വൻസുകൾക്കാണ് നമ്മൾ എന്ത് പറയുക? പാലിൻഡ്രോമിക് സീക്വൻസ്. എപ്പോഴും ചോദിക്കാറുണ്ട് വാട്ട് ഈസ് പാലിൻഡ്രോമിക് സീക്വൻസ്? ലൈക്ക് ദിസ് മലയാളം. ഓക്കെ, ഇങ്ങോട്ട് വായിച്ചാൽ മലയാളം, ഇങ്ങോട്ട് വായിച്ചാലും മലയാളം. ഇതേപോലെ നമ്മൾ കുറെ വാക്കുകളുണ്ട്. കുറെ വാക്കുകളൊക്കെ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ DNA സീക്വൻസ് ഓഫ് ബേസ് പേഴ്സ് ദാറ്റ് റീഡ് ദി സെയിം ഓൺ ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. അതാണ് ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ. വാട്ട് ഈസ് പാലിൻഡ്രോമിക് സീക്വൻസ്? ദെൻ ഇങ്ങനെ നമ്മൾ ഈ പാലിൻഡ്രോമിക് സീക്വൻസിൽ കട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ക്രിയേറ്റ് ഓവർ ഹാങ്ങിങ് സ്റ്റിക്കി എൻഡ്സ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കണം. നമ്മൾ ഈ ആശാന്മാരൊക്കെ പണിയെടുത്തിട്ട് മരം ജോയിൻ ചെയ്യിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയല്ല ജോയിൻ ചെയ്യിപ്പിക്കുക. ഇവിടെ ഒരു ഓവർ ഹാങ്ങിങ് എൻഡ് ഉണ്ടാവും അല്ലേ? അപ്പോഴാണ് ജോയിനിങ് ഈസി ആവുള്ളൂ. അപ്പോൾ ഓവർ ഹാങ്ങിങ് സ്റ്റിക്കി എൻഡ്സ് ആൻഡ് ഫോം ഹൈഡ്രജൻ ബോണ്ട്സ് വിത്ത് ദെയർ കോംപ്ലിമെന്ററി കൗണ്ടർ പാർട്സ്. അപ്പൊ ഇതിലെ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സ്പെഷ്യൽ സീക്വൻസിന്റെ പേര് ചോദിക്കും. Then what is palindromic sequence എന്നുള്ളതും ചോദിക്കാറുണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഇത് ഈക്കോ R1 വെച്ച് കട്ട് ചെയ്യുന്ന ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് ആണ്. നോക്കൂ നിങ്ങൾ, ഈ ഒരു ചിത്രം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. ടീച്ചർ പിന്നെയും ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് പ്ലസ് ടുവില് മെയിൻ കേട്ടോ. നിങ്ങൾക്ക് നല്ലോണം ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ച് നല്ലോണം പഠിച്ചാൽ നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ടീച്ചർ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കും, GAATTC. അപ്പൊ ഈ ഈക്കോ R1 വെച്ച് കട്ട് ചെയ്യുന്ന സീക്വൻസിന്റെ പേര് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. GAATTC എന്താ? ഇവിടെ ജിക്ക് സി, എക്ക് ടി, അങ്ങനെ ഈ ഒരു സീക്വൻസിലാണ് കട്ട് ചെയ്യുന്നത് ഈക്കോ R1. ദെൻ ഇവിടെ നോക്കൂ, ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെയുള്ള സീക്വൻസ്. അപ്പൊ ഈ ഒരു ചിത്രം ഓർത്ത് വെക്കുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഓവർ ഹാങ്ങിങ് എൻഡ് വരും അല്ലേ? ഇത് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തിട്ട് നിൽക്കും കേട്ടോ, ഇങ്ങോട്ട്. ദെൻ ഇത് ഇങ്ങോട്ടും പ്രൊജക്ട് ചെയ്തിട്ട് നിൽക്കും. അപ്പൊ നമുക്ക് ജോയിനിങ് ഈസി ആവും കേട്ടോ. ഓക്കെ, സംഭവം മനസ്സിലായോ? ഈക്കോ R1 വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ഈ സീക്വൻസിന്റെ പേര് നിങ്ങൾ ഇങ്ങനെ എഴുതി പഠിക്കും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് ഇനി നമ്മള് റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട് ഇപ്പൊ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് DNA കട്ട് ചെയ്യുന്ന അതേ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് തന്നെ വേണം വെക്ടറിനെയും കട്ട് ചെയ്യാൻ. കാരണം ഒരേപോലത്തെ സ്റ്റിക്കി എൻഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇനിയാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രീതി. എങ്ങനെയാണ് ഞാനിത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിപ്പിച്ചു തരാന്നുള്ളത് ഇവിടെ ഇതുവഴിയാണ് നമ്മൾ ഓർത്ത് തുടങ്ങേണ്ടത്. നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒന്ന്, എവിടെ നിന്ന് എവിടെ നമുക്ക് എത്തണം എന്നുള്ളത് വെച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ബയോടെക്നോളജിയുടെ ഈ ഒരു ചാപ്റ്റർ നിങ്ങളെ ഈസി ആയിട്ട് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. നോക്കൂ, പ്രോസസ്സസ് ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജിയുടെ പ്രോസസ്സുകൾ ഏതൊക്കെയാണ് പ്രോസസ്സുകൾ? അപ്പൊ ഇവിടെ ഞാൻ 8 സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ 8 സ്റ്റെപ്പും കാണാണ്ട് പഠിക്കണം. പിന്നെ ഇതിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നും കൂടെ ടീച്ചർ പറയാം. ഒന്ന്, ഈ സ്റ്റെപ്പുകൾ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഓർഡറിൽ നമ്മൾ പഠിച്ചു പോവുക. ഈ സ്റ്റെപ്പുകൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൽ ഓരോ സ്റ്റെപ്പുകളും വരുമ്പോൾ ആ സ്റ്റെപ്പുകളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പുകൾ ഒന്ന് കാണാണ്ട് പഠിച്ചു വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസൊലേഷൻ ഓഫ് DNA. DNA നമുക്ക് എന്ത് ചെയ്യാം? ഐസൊലേറ്റ് ചെയ്തെടുക്കണം. ആവശ്യമുള്ള നല്ല സ്വഭാവങ്ങളുള്ള ഒരു DNA പീസിനെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഐസൊലേറ്റ് ചെയ്തെടുത്തു. ആഹാ, നിന്നെയാണ് എനിക്ക് ആവശ്യം അല്ലേ? ഇപ്പൊ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഈ കിട്ടിയ സാധനത്തിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാം. മുറിച്ച് 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 പീസാക്കി. യെസ്, കട്ടിങ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ. ആഹാ,
മുറിച്ചു. DNA എടുത്തു, മുറിച്ചു. മൂന്നാമത്തെ നോക്കൂ, ഈ മുറിച്ചുള്ളത് നമുക്ക് ആവശ്യമുള്ള കഷ്ണം സെലക്ട് ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള DNA പീസ് എടുത്തു. പിന്നെ ഈ എടുത്ത DNA പീസിനെ നമുക്ക് ആവശ്യമുള്ള അത്രയും ഉപയോഗിക്കാൻ കിട്ടണം. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്തു, കുറേ കോപ്പി എടുത്തു, കോപ്പികൾ പ്രൊഡ്യൂസ് ചെയ്തു. അതാണ് ആംപ്ലിഫിക്കേഷൻ. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ കിട്ടിയ നമ്മളെ കോപ്പികൾ ഉണ്ടാവില്ലേ, ഇവയെ നമ്മൾ എന്ത് ചെയ്യാണ്, വെക്ടറുമായിട്ട് ജോയിൻ ചെയ്തു. ജോയിനിങ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് വിത്ത് വെക്ടർ വെഹിക്കിൾസ് ടീച്ചർ പറഞ്ഞതല്ലേ, വെക്ടറുമായിട്ട് ജോയിൻ ചെയ്തു. ദെൻ ഇൻസേർഷൻ ഓഫ് rDNA ഇൻടു ഹോസ്റ്റ് ഓർഗാനിസം. ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട്, അതായത് ഒരു ബാക്ടീരിയയിലോട്ട് വളരാൻ വേണ്ടിയിട്ട് ഇടുന്നു നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ അതാണ് അടുത്ത ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു ഫോറിൻ ജീൻ പ്രോഡക്റ്റ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിനാണ് നമ്മൾ ഒബ്റ്റെയിനിങ് ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ദെൻ അത് കഴിഞ്ഞ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഇതിനെ എന്ത് ചെയ്യാണ്, മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. അപ്പൊ ഇത്രയും സ്റ്റെപ്പുകളാണ് കാണാണ്ട് പഠിച്ചൊക്കെ. ഫസ്റ്റ് വൺ ഐസൊലേഷൻ ഓഫ് DNA, cutting of DNA at a specific location, separation of DNA fragments using gel electrophoresis, amplification using PCR, joining of DNA fragments with a vector, insertion of rDNA into host organism, obtaining foreign gene product, downstream processing. കാണാണ്ട് അങ്ങ് ചൊല്ലി പഠിച്ചോളൂ കേട്ടോ. ഇതിന് എളുപ്പ വഴിയൊന്നുമില്ല ബോട്ടണി പഠിക്കാൻ വേണ്ടിയിട്ട്. എളുപ്പ വഴി എന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, മെമ്മറൈസ് ചെയ്യുക, മെമ്മറൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. കാര്യങ്ങൾ ഇപ്പൊ ഈ ബയോടെക്നോളജിയിലാണ് കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാനുള്ളത്. ഓർത്ത് കഴിഞ്ഞാൽ അല്ല എന്ന് വെച്ചാൽ ഓർഡർ നമ്മൾ നോക്കിയിട്ട് പഠിക്കുക. അപ്പോ ഇതാണ് ബയോടെക്നോളജിയുടെ സ്റ്റെപ്പുകൾ, പ്രോസസ്സസ്. അപ്പൊ നമ്മളിതിൽ 1, 2, 3 8 പ്രോസസ്സുകൾ പഠിക്കാണ്ട് അതിൽ എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. മക്കളെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയലിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞല്ലേ ആദ്യത്തെ ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, നമുക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു DNA പീസിനെ ഐസൊലേറ്റ് ഇതെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇതും ഇങ്ങനെ ക്വസ്റ്റ്യൻ ഡാഷ് ഇട്ട് ചോദിക്കാറുണ്ട്. ബാക്ടീരിയയിൽ നിന്നുള്ള ഒരു DNA പീസാണ് നമ്മൾ എടുക്കുന്ന വെച്ചാല് അതിന് അതിന്റെ സെൽവാളിന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈസോസൈം ഉപയോഗിക്കണം. ലൈസോസൈം എൻസൈം. പ്ലാന്റ് സെല്ലാണെങ്കിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ടാണ് അല്ലേ. അപ്പൊ നമുക്കറിയാം DNA ഇരിക്കുന്നത് എവിടെ ഇരിക്കുന്നത്, നമ്മളെ DNA എവിടെ ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു സെല്ലിന്റെ ഉള്ളില് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ആരിയ്ക്കുന്നത്, DNA ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവരെ പിടിക്കണമെങ്കിൽ നേരെ സെൽവാളിനെ ബ്രേക്ക് ചെയ്തിട്ട് പോകണം. ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്യണം, അതിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പൊ അതാണ് ഈ പറയുന്നത്. നോക്ക് മക്കളെ, ലൈസോസൈം ബാക്ടീരിയയിലാണെങ്കിൽ ലൈസോസൈം കൊണ്ട് സെൽവാളിനെ ബ്രേക്ക് ചെയ്യാം. പ്ലാന്റ് സെല്ലാണെങ്കിൽ നമ്മൾ സെല്ലുലേസ് കൊണ്ട് ബ്രേക്ക് ചെയ്യാം. ഫംഗസ് ആണെങ്കിൽ അതിന്റെ സെൽവാൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൈറ്റിൻ കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഏതാ യൂസ് ചെയ്യേണ്ടത്, കൈറ്റിനൈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. യെസ്. ദെൻ ഇനി ഇതിന്റെ കൂടെ RNA ഉണ്ടാവും അല്ലേ. അപ്പൊ ഈ DNA കൂടെ RNA ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ RNA അങ്ങ് ഒഴിവാക്കണം. RNA ഒഴിവാക്കണമെങ്കിൽ RNA നമ്മൾ എന്ത് വെച്ചിട്ട്, റൈബോ ന്യൂക്ലിയസ് വെച്ചിട്ട് RNA അങ്ങ് ഒഴിവാക്കും. ദെൻ ഇവരുടെ കൂടെ DNA കൂടെ ആരുണ്ടാവും, പ്രോട്ടീൻസ്. നമുക്ക് വേണ്ടത് ഇവരുടെ ടീമിന് എന്നല്ല, നമുക്ക് വേണ്ടത് നമ്മുടെ DNA. അപ്പൊ പ്രോട്ടീൻസിനെ എല്ലാം അങ്ങ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോട്ടീൻസ് ഉപയോഗിക്കും. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ലൈസോസൈം ഡാഷ്. ഓക്കെ, അപ്പൊ ലൈസോസൈം സെൽവാളിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലാക്കുക, നമ്മുടെ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ. അതിന്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ ഒരു മതില് കെട്ടിയിട്ടുണ്ടാവും സെൽവാൾ. അപ്പൊ സെൽവാളിനെ ബ്രേക്ക് ചെയ്യുക. ബാക്ടീരിയ ആണെങ്കിൽ നമ്മൾ സെല്ലുലേസ് വെച്ച് ബ്രേക്ക് ചെയ്യും. പ്ലാന്റ് സെൽ ആണെങ്കിൽ നമ്മൾ
ബാക്ടീരിയ ആണെങ്കിൽ നമ്മൾ ലൈസോസൈം വെച്ച് ബ്രേക്ക് ചെയ്യും. പ്ലാന്റ് സെൽ ആണെങ്കിൽ നമ്മൾ സെല്ലുലേസ് വെച്ച് പിന്നെ ബ്രേക്ക് ചെയ്യും. ഫംഗസ് ആണെങ്കിൽ കൈറ്റിനേസ് വെച്ചിട്ട്. RNA കൂടുതൽ RNA നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് റൈബോന്യൂക്ലിയസ് ഉപയോഗിക്കും. പ്രോട്ടീൻസ് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? പ്രോട്ടിയേസ് ഉപയോഗിക്കും. ബാക്കിയുള്ള മോളിക്യൂൾസ് റിമൂവ്ഡ് ബൈ അപ്രോപ്രിയേറ്റ് മെറ്റീരിയൽസ്. എങ്ങനെ? ബാക്കിയുള്ള എല്ലാറ്റിനെയും റിമൂവ് ചെയ്തിട്ട് ചിൽഡ് എഥനോൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ DNA ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് കാണാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ DNA പീസ് കിട്ടി. സംഭവം മനസ്സിലായോ? ഓക്കെ, കണ്ട അവസാനം നമുക്ക് DNA ഒരു സാമ്പിൾ, കുറച്ച് DNA പീസുകൾ കിട്ടും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ പറയാനുള്ളത്. അപ്പൊ നമ്മളെ കയ്യിൽ എന്ത് കിട്ടി? നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ള DNA പീസ് കിട്ടിയോ? കിട്ടി. ഓക്കെ, ആൻഡ് ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? പെട്ടെന്ന് ഓർത്ത് നോക്കൂ. ഈ കിട്ടിയ DNA പീസിനെ കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ. DNA കട്ട് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഇനി DNA കട്ട് ചെയ്യുക. കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ്. DNA എന്ത് വെച്ച് കട്ട് ചെയ്യുന്നു? DNA cut with restriction endonuclease. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ DNA നമ്മൾ മുറിച്ച് എടുക്കും. Then DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ജെൽ ഇലക്ട്രോഫോർ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഹൗ ദി DNA ഫ്രാഗ്മെന്റ്സ് ആർ സെപ്പറേറ്റഡ്. അപ്പൊ ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചിട്ടാണ്. അപ്പൊ എന്താണ് ഈ ജെൽ ഇലക്ട്രോഫോറസിസ്? നോക്കൂ, കണ്ട, ഇതാണ് ജെൽ ഇലക്ട്രോഫോറസിസിനുള്ള അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു അഗാർ ജെൽ ഉണ്ടാവും. ഓക്കെ, ഇവിടെ കുറെ എന്തുണ്ട്? വെൽസ് ഉണ്ട് അല്ലെ? കണ്ട, ഇവിടെ കുറെ വെൽസ് ഉണ്ട്. അപ്പൊ നമ്മുടെ DNA സാമ്പിള് നമ്മൾ മുറിച്ചെടുത്ത കുറെ കട്ട് പീസ് ഇല്ലേ, അതിനൊക്കെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഓക്കെ നോക്കൂ, സിൻസ് DNA ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്, DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് അത് എങ്ങോട്ട് മൂവ് ചെയ്യും? To move towards anode. പോസിറ്റീവ് ചാർജ് ഉള്ള ആനോഡിന്റെ അടുത്തോട്ട് DNA ഓടും. DNA നെഗറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ള ആനോഡിന് അടുത്തോട്ട് DNA ഓടിപ്പോകും. ഓക്കെ നോക്കൂ, ഇതാ അപ്പൊ നമ്മൾ ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ ആനോഡിന്റെ അടുത്തോട്ട് ഇവരിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല തടിയുള്ള ആളുകളാണോ മെലിഞ്ഞ ആളുകളാണോ ഓടിയ വേഗത്ത്? മെലിഞ്ഞ ആളുകൾ, ചെറിയ പീസുകൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓടും. അല്ലാത്തത് എന്ത് ചെയ്യും? മെല്ലെ ഓടുള്ളൂ. അത് നോക്കൂ, സിൻസ് ദ DNA സ്റ്റേയിങ് വിത്ത്, എന്നിട്ട് എന്ത് ചെയ്യും? സ്മോളർ പാർട്ടിക്കിൾസ് ഭയങ്കര സ്മോളസ്റ്റ് ആയത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും, ലാർജസ്റ്റ് ആയത് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുള്ളൂ. ഇനി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് അഗാർ ജെൽ, ഒരു സംഭവം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ DNA കളറായിട്ട് കാണണം അല്ലെ? കളറാക്കണ്ടേ? കളറാക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യുക മക്കളെ? എന്താ യൂസ് ചെയ്യുക? എന്ത് വെച്ചിട്ടാണ് നമ്മൾ DNA കാണാം? DNA അതിന്റെ ഉള്ളിലുണ്ടാവും. ഇപ്പൊ DNA സ്റ്റെയിൻ വിത്ത് എഥിഡിയം ബ്രോമൈഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ഓർത്ത് വെക്കുക. എഥിഡിയം ബ്രോമൈഡ് കൊണ്ടാണ് കളർ ചെയ്യുക. ആൻഡ് എക്സ്പോഷർ ടു UV റേഡിയേഷൻ എക്സ്പോഷർ കൊടുത്തു കഴിഞ്ഞാൽ ഈ DNA എന്ത് കളറിൽ അപ്പിയർ ചെയ്യും? ടീച്ചർ ഇവിടെ കളറിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആയിട്ട് DNA-കളെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഈ DNA കട്ട് ചെയ്തെടുക്കുന്ന സ്റ്റെപ്പാണ് DNA കട്ട് ഔട്ട് ഫ്രം അഗാറോസ് ജെൽ. അതിന് പറയുന്ന പേരാണ് എലൂഷൻ. നമ്മൾ ഈ ഹലുവയൊക്കെ മുറിച്ചെടുക്കുന്ന പോലെ അല്ലെ? അപ്പൊ ഈ ഒരു സംഭവം
നമ്മൾ എന്താ പറഞ്ഞ, ഇവിടെ DNA പീസുകൾ ഒഴിക്കും. DNA പീസുകൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ള ആനോഡിലോട്ട് മൂവ് ചെയ്യും. ലാർജസ്റ്റ് ആയത് മെല്ലെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, സ്മാളസ്റ്റ് ആയത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, DNA കളർലെസ് ആയതുകൊണ്ട് അതിനെ സ്റ്റെയിൻ ചെയ്യിപ്പിക്കും. എന്ത് വെച്ച് സ്റ്റെയിൻ ചെയ്യിപ്പിക്കും? എഥീഡിയം ബ്രോമൈഡ് വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്യും. എഥീഡിയം ബ്രോമൈഡ് വെച്ച് സ്റ്റെയിൻ ചെയ്താൽ എന്ത് കളറിൽ അപ്പിയർ ചെയ്യും? ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആയിട്ട് അപ്പിയർ ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്ന് പീസുകള് നമ്മൾ കട്ട് ചെയ്തെടുക്കും. DNA കട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എലൂഷൻ. Once again, okay. കണ്ടോ, DNA cut with a restriction endonucleus, DNA fragments separated by gel electrophoresis. Since the DNA is negatively charged to move towards anode, then stain with ethidium bromide and exposure to UV radiation, bright orange colored bands are formed. The bands cut out from agarose gel. ആ സ്റ്റെപ്പിന് പറയും എലൂഷൻ. ഓക്കെ മക്കളെ, അടുത്തത് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇന്ററസ്റ്റ് യൂസിങ് PCR. ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇന്ററസ്റ്റ് യൂസിങ് PCR. അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു, ഏതായിരുന്നു? ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇന്ററസ്റ്റ് യൂസിങ് PCR വെച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയ പീസുകളെ എന്ത് ചെയ്യണം? അതിന്റെ കുറെ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യണം. യെസ്, എന്താണ് PCR എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. PCRന്റെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. PCRന്റെ എക്സ്പാൻഷൻ പോളിമെറേസ് ചെയിൻ റിയാക്ഷൻ ആണ്. പോളിമെറേസ് ചെയിൻ റിയാക്ഷൻ. PCR നമ്മൾ കോവിഡ് ഒക്കെ വന്നപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. PCR അല്ലെ, കോവിഡ് വന്നിട്ട് PCR ടെസ്റ്റ് ചെയ്തവരൊന്ന് കമന്റ് ചെയ്യട്ടെ. സിന്തസിസ് ഓഫ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇന്ററസ്റ്റ്. നമുക്ക് കിട്ടിയ ജീൻ ഓഫ് ഇന്ററസ്റ്റിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് PCR. ഇന്ററസ്റ്റ് ഇൻ വിട്രോ അല്ലെ, ഉള്ളിൽ വെച്ചിട്ട് യൂസിങ് 2 sets of primers. 2 സെറ്റ് പ്രൈമർ ആഡ് ചെയ്യണം. പ്രൈമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സ്റ്റാർട്ട് ഇപ്പൊ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ പ്രൈമർ യൂസ് ചെയ്യും അല്ലെ. പ്രൈമറി യൂസ് ചെയ്യുന്ന ഫസ്റ്റ് പെയിന്റ് അടിക്കുമ്പോൾ പ്രൈമറി യൂസ് ചെയ്യും. ആദ്യം സ്റ്റാർട്ട് ചെയ്യാനുള്ള 2 sets of primers and enzyme DNA polymerase. അപ്പോ ഈ PCR എന്നുള്ളത് നിങ്ങൾ എത്ര എഴുതിയാലും മതി, മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് DNA പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ? PCR എന്ന് പറയാം. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, എന്താണ് പ്രൈമർ എന്നുള്ളത് ചോദിക്കാറുണ്ട്. പ്രൈമേഴ്സ് ആർ സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒലിഗോന്യൂക്ലിയോടൈഡുകൾ. ചെറിയ ഒലിഗോന്യൂക്ലിയോടൈഡുകളുടെ പീസാണ്. എന്താണ്? ദാറ്റ് ആർ കോംപ്ലിമെന്ററി ടു ദ റീജിയൻ ഓഫ് DNA. നമ്മുടെ കയ്യിലുള്ള DNA കോംപ്ലിമെന്ററി ആയിട്ടുള്ള ചെറിയ പീസുകൾ. അപ്പൊ കോംപ്ലിമെന്ററി എന്ന് പറയുന്നത് എന്താ? അത് നിങ്ങൾക്ക് അറിയണ്ടാവും. തീരെ അറിയാത്തവർക്കാണ് ഞാൻ പറയുന്നത്. യുമായിട്ടാണ് കോംപ്ലിമെന്ററി. സി ഉണ്ടെങ്കിൽ അവിടെ ജി വേണം, ജി ഉണ്ടെങ്കിൽ അവിടെ സി വേണം. ഇവരാണ് ടീംസ്. ഓക്കെ, ടി ഉണ്ടെങ്കിൽ അവിടെ എ വേണം. ഇതാണ് നമ്മൾ എന്ത് പറയാ? കോംപ്ലിമെന്ററി എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരാൾ പെയറായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങള്, ഈ പ്രൈമേഴ്സ് എന്ന് പറഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യുന്ന കോംപ്ലിമെന്റ് ആയിട്ടുള്ള ചെറിയ ഒലിഗോന്യൂക്ലിയോടൈഡുകളുടെ പീസിനാണ് നമ്മൾ എന്ത് പറയാ? ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടണ്ടേ, ഒരു സ്റ്റാർട്ടറാണ് ഈ പ്രൈമർ. അപ്പൊ നമ്മൾ PCR പറഞ്ഞു, സിന്തസിസ് ഓഫ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇന്ററസ്റ്റ് ഇൻ വിട്രോ യൂസിങ് 2 sets of primers and enzyme DNA polymerase. സ്പീഡ് കൂടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, എന്നാലും നിങ്ങൾ ഒറ്റ വീഡിയോയിൽ ഇത് കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഇത് സ്ലോവില് വേണമെങ്കിൽ സ്ലോവില് പിന്നെ എടുത്തു തരാം കേട്ടോ. ഇപ്പൊ ആവശ്യക്കാര് ഫുൾ വീഡിയോ കാണാം. ഓക്കെ, PCR-ന്റെ സ്റ്റെപ്പുകൾ നമ്മളെടുത്ത് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ചിട്ട് തന്നെയാണ് ടീച്ചർ ഇത് പറയുന്നത്. PCR-ന് 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന് ഡീനാച്ചുറേഷൻ, കണ്ടോ? ഡീനാച്ചുറേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അനീലിംഗ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് എക്സ്റ്റൻഷൻ. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഈ 3 സ്റ്റെപ്പുകളാണ് PCR-നുള്ളത്. അപ്പൊ ഈ 3 സ്റ്റെപ്പുകൾ എങ്ങനെ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് PCR-ന്റെ
PCR-ന്റെ സ്റ്റെപ്പുകൾ എഴുതാൻ പറയും. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ പറയാ, ഈ ഒരു ചിത്രം തരും. കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചിത്രം നിങ്ങൾക്ക് കാണാം. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കി വെക്കുക. അപ്പൊ ഈ ചിത്രത്തിൽ ഇവിടെ ഒരു ഡാഷ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഡീനാച്ചുറേഷൻ എഴുതി കൊടുക്കുക, അനീലിംഗ് എന്ന് എഴുതി കൊടുക്കുക, എക്സ്റ്റൻഷൻ എന്ന് എഴുതി കൊടുക്കുക. അതൊരു സ്റ്റെപ്പ്. പിന്നെ എന്താണ് ഡീനാച്ചുറേഷൻ, എന്താണ് അനീലിംഗ്, എന്താണ് എക്സ്റ്റൻഷൻ? വാ, ഒന്നാമത്തെ സ്റ്റെപ്പ് ഡീനാച്ചുറേഷൻ ആണ്. ഡീനാച്ചുറേഷൻ മീൻസ് ഇറ്റ് ഇസ് ദ ഹീറ്റിംഗ് ഓഫ് ടാർഗറ്റ് DNA. DNA നമ്മൾ ചൂടാക്കുന്നു എന്നാ ഹൈ ടെമ്പറേച്ചറിൽ. എന്തിനു വേണ്ടിയിട്ടാ? DNA സ്ട്രാൻഡുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ലോണം ചൂടാക്കുന്നു. സെപ്പറേറ്റ് DNA strands and act as template for DNA synthesis. അപ്പൊ അതാണ് നമ്മളെ ആദ്യത്തെ സ്റ്റെപ്പ്. കണ്ടാ, നല്ലോണം ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്തപ്പോ എന്ത് ചെയ്തു? ഈ സ്ട്രാൻഡുകൾ സെപ്പറേറ്റ് ആയി. കണ്ടോ, രണ്ടാളും സെപ്പറേറ്റ് ആയി. എളുപ്പമല്ല, നല്ലോണം ചൂടായ ആളുകൾ സെപ്പറേറ്റ് ആവൂലേ? സെപ്പറേറ്റ് ആവോ? ആവും അല്ലേ? ചൂടാവലൊക്കെ കുറക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആവില്ല. അപ്പൊ ഇവരെ നല്ല ചൂടാക്കിയപ്പോ അവരെന്തായി? സെപ്പറേറ്റ് ആയി. ദെൻ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് അനീലിംഗ്. അനീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? joining of two DNA primers at the end, 3' end of the DNA template. ഈ പ്രൈമേഴ്സിനെ ജോയിൻ ചെയ്യുന്ന സ്റ്റെപ്പാണ് കേട്ടോ. ആഹാ, ഇവര് സെപ്പറേറ്റ് ആയതും എന്ത് സംഭവിച്ചു? ഈ പ്രൈമേഴ്സ് വന്നിട്ട് രണ്ടാളടുത്തും വന്നത് അവിടെ ജോയിൻ ചെയ്തു, ഇവിടെ ജോയിൻ ചെയ്തു. ഇവര് സെപ്പറേറ്റ് ആണല്ലോ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ആദ്യത്തേല് ഡീനാച്ചുറേഷനിൽ സെപ്പറേറ്റ് ചെയ്തു. രണ്ടാമത്തേല് സെപ്പറേറ്റ് കിടക്കുന്ന DNA അടുത്ത് ആര് വന്നു? രണ്ട് പ്രൈമേഴ്സ് വന്നു. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് അനീലിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈമർ വരുന്ന സ്റ്റെപ്പാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഈ പ്രൈമർ വന്നിട്ട് പ്രൈമറിന് ആവശ്യമുള്ള ന്യൂക്ലിയോടൈഡുകളൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് DNA-യുടെ കുറെ കോപ്പികൾ ഉണ്ടാക്കുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അഡീഷൻ, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് nucleotides to the primer using thermostable DNA polymerase. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇവിടെ ഉപയോഗിക്കുന്ന DNA പോളിമറൈസ് എൻസൈം എത്ര ചൂടാക്കിയാലും പ്രശ്നം വരാത്ത എൻസൈമാണ് തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ്. അതിന് നമ്മളൊരു പേര് പറയും ടാക് പോളിമറൈസ്. ടാക് പോളിമറൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ആൻഡ് എവിടെ നിന്ന് അത് ഐസൊലേറ്റ് ചെയ്ത്? ബാക്ടീരിയയുടെ പേരും ചോദിക്കും. ഐസൊലേറ്റഡ് ഫ്രം ബാക്ടീരിയ തെർമസ് അക്വാട്ടിക്കസ്. ഈ പേര് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, എപ്പോഴും ചോദിക്കും. ദെൻ എന്താണ് എക്സ്റ്റൻഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറൈസിന്റെ പേര് എന്തായാലും നോക്കണേ. ടാക് പോളിമറൈസ്. അത് ഐസൊലേറ്റ് ചെയ്തെടുത്ത ബാക്ടീരിയ തെർമസ് അക്വാട്ടിക്കസ് ബാക്ടീരിയ. കാരണം എത്ര ചൂടായാലും ഇതിനൊന്നും സംഭവിക്കരുത്. ഇതിൻ്റെയൊക്കെ പിന്നീട് വലിയ കഥ ഉണ്ട്, ഇത് പറയാൻ സമയമില്ല കേട്ടോ. അതൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനുള്ളത് കൊണ്ട്. ദെൻ ഈ ആംപ്ലിഫൈഡ് ഡി അപ്പൊ കുറെ ബില്യൺസ് ഓഫ് കോപ്പീസ് ആർ പ്രൊഡ്യൂസ്ഡ്. PCR എന്ന് എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം ബില്യൺസ് ഓഫ് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. ഇപ്പൊ കുറേ നമ്മുടെ കയ്യിലുള്ള DNA-യുടെ കോപ്പീസ് നമുക്ക് കിട്ടി. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സംഭവം. ടാക് പോളിമറൈസ് എപ്പോഴും ചോദിക്കാറുണ്ട്. യെസ്. അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ കുറെ പീസ് DNA ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താണ്? ഇവയെ വെക്ടറുമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പൊ ആരാണ് ഈ വെക്ടർ? ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ കിടക്കുന്ന DNA പീസുകൾ നിറയെ പീസുകളുണ്ട്. ഇതിനൊന്ന് കൊണ്ടുപോകാനുള്ള ഒരു വണ്ടി വേണ്ടേ, നമുക്കൊരു വെഹിക്കിൾ വേണ്ടേ? അതാണ് വെക്ടേഴ്സ് ഫോർ ക്ലോണിങ് ജീൻസ്. കൊണ്ടുപോയിട്ട് ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂൾ ബസ്സിൽ കൊണ്ടുപോയിട്ട് സ്കൂളിൽ ഇറക്കുന്ന പോലെ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് വെക്ടേഴ്സ് ദാറ്റ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ഹോസ്റ്റ് സെൽ. ഈ ജീൻ ഇതിനെ കൊണ്ടുപോയിട്ട് ഹോസ്റ്റ് സെല്ലിലോട്ട് നിറക്കാൻ വേണ്ടിയിട്ടുള്ള വെഹിക്കിൾസ് ആണ് ഈ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. വെഹിക്കിൾസ് എന്നുള്ളത് എഴുതിയാൽ ജീൻ വെഹിക്കിൾസ് എന്ന് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. യൂസ് ടു ട്രാൻസ്ഫർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ഹോസ്റ്റ് സെൽ. ഇപ്പൊ വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ബാക്ടീരിയൽ പ്ലാസ്മിഡ്സ് നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ് ബാക്ടീരിയൽ പ്ലാസ്മിഡ്സ്? ബാക്ടീരിയൽ പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞ മക്കളെ
സാധാരണ ഒരു ബാക്ടീരിയക്ക് ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ ഉണ്ടാവും, ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും ഉണ്ടാവില്ല, സ്പ്രെഡ് ചെയ്ത് കിടക്കാവും. അപ്പൊ സാധാരണ കാണുന്ന ജനറ്റിക് മെറ്റീരിയൽ അല്ലാണ്ട് ഒരു എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ ആയിട്ടുള്ള ഒരു DNA ഉണ്ടാവും. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, പ്ലാസ്മിഡ് എന്ന് പറയാ. പിന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹത്തെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒരു വെക്ടർ ആയിട്ട് യൂസ് ചെയ്യാം. വേണ്ട, ബാക്ടീരിയയുടെ പ്ലാസ്മിഡ്. ഇനി ഇത് ചോദിക്കാറുണ്ട്, നോക്കൂ, ഡൈക്കോട്ട് പ്ലാന്റുകളെ ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ, അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് a pathogen of dicot plants contain tDNA എന്നൊരു DNA ഉണ്ട്. ഇത് നോർമൽ പ്ലാന്റ് സെല്ലിനെ ക്യാൻസറസ് ആയിട്ട് മാറ്റുന്ന ഒരു DNA ആണ്. അപ്പോൾ ഇതിനെ ഈ പ്ലാസ്മിഡ്, ഇതിലുള്ള പ്ലാസ്മിഡിനെയാണ് നമ്മൾ പ്ലാന്റുകളുടെ വെഹിക്കിൾസ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ എവിടെ നിന്ന് എടുത്തതാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വെക്ടേഴ്സ് എവിടെ നിന്നാണ്? അഗ്രോബാക്ടീരിയം ടോമിഫേഷ്യൻസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ നിന്നാണ് പ്ലാന്റ് സെല്ലിനെ ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ PCR വേണ്ടിയിട്ട് അല്ല ക്ലോണിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മള് പ്ലാസ്മിഡ് എടുക്കുന്നത്. ഏതാ ബാക്ടീരിയ? പ്ലാന്റ് സെൽ അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. ആൻഡ് ആനിമൽസിൽ നമ്മൾ റിട്രോ വൈറസുകളിൽ നിന്നാണ് വെക്ടേഴ്സിന് യൂസ്. റിട്രോ വൈറസ് ആണ് വെക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറ് ആനിമൽസിൽ. അപ്പൊ ഇതിൽ ചോദിക്കുന്നത് അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് പ്ലാന്റ് സെൽ, ദെൻ റിട്രോ വൈറസ് ആനിമൽസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏത് വെക്ടേഴ്സ് ഏതാണ് നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ദെൻ അങ്ങനെ വെക്ടർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ് കേട്ടോ. ഇത് പറയുന്നതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു ക്ലോണിംഗ് വെക്ടറിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നമ്മൾ പെട്ടെന്ന് അങ്ങനെ വെക്ടർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇത്ര ക്യാരക്ടറുള്ള ആളെയാണ് ഞാൻ സെലക്ട് ചെയ്യുക. അപ്പൊ എന്താണ് ഈ ഒരു വെക്ടറിന് വേണ്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ്? എക്സ്ട്രാ, നമ്മൾ പ്ലാസ്മിഡിനെ പറഞ്ഞു, എക്സ്ട്രാ ക്രോമസോമൽ DNA. ഒരു വെക്ടറിന് എന്തൊക്കെ വേണം? കാണാൻ നല്ല ഭംഗി വേണം. ഓക്കെ, അപ്പൊ വെക്ടറിൽ ഫസ്റ്റ് വേണ്ടത് ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓറിസൈറ്റ് വേണം. യെസ്, ഒരു എന്താണ് ഈ ഓറിസൈറ്റ്? സീക്വൻസ് വേർത്ത് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്. DNA കോപ്പികൾ പ്രൊഡ്യൂസ് ചെയ്യാൻ മൾട്ടിപ്ലിക്കേഷൻ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് വേണം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്ലാസ്മിഡിനെ നോക്കൂ നിങ്ങൾ, ഇവിടെ കണ്ട ഇത് ഒരു ഓറിസൈറ്റ്, ഇതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അപ്പൊ ഈ ഓറിസൈറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ എത്ര കോപ്പി നമ്പറാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, DNA എത്ര കോപ്പിയാണ് എടുക്കേണ്ടത് തീരുമാനിക്കുന്ന ആരാ? ഓറിസൈറ്റ് ആണ്. അപ്പൊ ഓറിസൈറ്റ് വേണം ഇതിന്. എന്താണ്? the sequence where the replication start and also it control the copy number, right? അപ്പൊ then അത് കഴിഞ്ഞ് അപ്പൊ അങ്ങനത്തെ ഒരു സീക്വൻസ് ഉണ്ട്, ഇങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉറപ്പിച്ചു. then രണ്ടാമത്തത് അതിന്റെ മുകളിൽ ഒരു സെലക്റ്റബിൾ മാർക്കർ വേണം. എന്തായി സെലക്റ്റബിൾ മാർക്കർ? നമ്മൾ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാലൊക്കെ സിന്ദൂരൊക്കെ തൊടാറില്ലേ പണ്ടൊക്കെ? ഇപ്പൊ അത് കുറെ പേരൊന്നും തൊടാറില്ല. ഓക്കെ, അപ്പൊ ഒരു മാർക്കർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കർ വേണം. അപ്പൊ ഇത് എന്താണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? നമ്മൾ കൊടുത്ത ബാക്ടീരിയൻ അല്ല DNA പീസിനെ സ്വീകരിച്ചിട്ട് മിണ്ടാണ്ട് നമ്മുടെ അടുത്ത് സ്വീകരിച്ചു ഇല്ലേ എന്നൊന്നും പറയാണ്ടിരിക്കുന്ന ആളെ നമ്മൾ മാർക്കർ പറ്റുമോ? പറ്റില്ല. നീ ആ തന്ന DNA പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്രഷൻ തരണ്ടേ? അതിനാണ് നമ്മൾ സെലക്റ്റബിൾ മാർക്കർ എന്ന് പറയാ. ടു ഐഡന്റിഫൈ, എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളതൊക്കെ പറയാം കേട്ടോ. ടു ഐഡന്റിഫൈ ട്രാൻസ്ഫോമൻസ്. ട്രാൻസ്ഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA സ്വീകരിച്ചിട്ട് മാറിയ ആള്, ട്രാൻസ്ഫോംഡ് ആയ ആള്, ഫ്രം നോൺ ട്രാൻസ്ഫോമൻസ് അല്ലെ? അതായത് DNA പീസ് എടുക്കാത്ത പ്ലാസ്മിഡ് അല്ല, നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഒരു മാറ്റം അതിൽ കാണണം. ട്രാൻസ്ഫോമൻസ് ഫ്രം നോൺ ട്രാൻസ്ഫോമൻസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെലക്റ്റബിൾ മാർക്കർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് അതിന്റെ മുകളിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് സൈറ്റുകൾ ഉണ്ട്. ഏതൊക്കെയാ? ആംബിസിലിൻ, ക്ലോറംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ, ഇങ്ങനെയൊക്കെയുള്ള ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് സൈറ്റുകൾ. ഇപ്പൊ നമ്മള് ഇതെടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ഇതിന്റെ മുകളിൽ കണ്ടോ ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ട് കണ്ടോ. അപ്പൊ ഇങ്ങനെ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് സൈറ്റുകളുള്ള അതാണ് നമ്മൾ എന്ത് മാർക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ദെൻ അതിന്റെ മൂന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് മക്കളെ ക്ലോണിങ് സൈറ്റ് വേണം. അതായത് നമ്മളുടെ DNA പീസിനെ
പോയിരിക്കാനുള്ള ഒരു സ്ഥലം വേണ്ടേ, ടു ലിങ്ക് ദ അലൈൻ DNA പീസ്. ആ DNA പീസിന് പോയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് വേണം. അപ്പൊ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. What are the characters required for a good cloning vector? ഏതൊക്കെയാ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം, സെലക്ടബിൾ മാർക്കർ വേണം, ക്ലോണിങ് സൈറ്റ് വേണം. ഒരു കാര്യം പറയട്ടെ, സിമ്പിളായിട്ട് 3 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ട് അത് ചോദിക്കാറ്. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഈ 3 ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഓറിസൈറ്റിന്റെ എന്തൊക്കെ ക്യാരക്ടേഴ്സ് എന്ന് പറയും. ഓറിസൈറ്റ് എന്താണ്? റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ആൻഡ് ഓൾസോ ഇറ്റ് കൺട്രോൾസ് ദ കോപ്പി നമ്പർ കൺട്രോൾ ചെയ്യുന്നു. യെസ്, ഇവിടെ നോക്കൂ നിങ്ങള് കണ്ടോ മക്കളെ, നിങ്ങൾ പറയുന്നു ബയോടെക്നോളജി ഭയങ്കര പ്രയാസമാണ്, ബയോടെക്നോളജി ഭയങ്കര രസമാണ്, ടേസ്റ്റിയാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ നോക്കൂ ആംബിസിഡൻ റെസിസ്റ്റൻസ്, ഇവിടെ നോക്കൂ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്. പിന്നെ ഇവിടെ നോക്കൂ ഈ ഒരു പിന്നെ വെക്റ്റർ, ഈ ഒരു പ്ലാസ്മിഡിന്റെ പേര് PBR 322. ചില സമയത്ത് ഈ ചിത്രം തന്നിട്ട് ഇവിടെ ഇതിന്റെ പേര് എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ എന്ത് എഴുതാ? PBR 322 എന്ന് എഴുതാം കേട്ടോ. ദെൻ ഇവിടെ ഒക്കെ നോക്കൂ, ഇതൊക്കെ റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ച് കട്ട് ചെയ്യുന്ന സൈറ്റ്, ഈക്കോ കാർബൺ വെച്ച് കട്ട് ചെയ്യുന്ന ഒരു സൈറ്റ് ഉണ്ട് അല്ലെ, BAM-H1 ഇവിടെ ഒരു സൈറ്റ് ഉണ്ട് അല്ലെ, ഹിൻഡ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന സൈറ്റ് ഉണ്ട്. അങ്ങനെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ട്, ഓരോ എൻസൈംസ് വെച്ചിട്ട് കട്ട് ചെയ്യാനുള്ള സൈറ്റുകളൊക്കെ ഉള്ള ഒരു പാവം പ്ലാസ്മിഡാണ് നമ്മുടെ ആര്? PBR 322. ഓക്കെ, ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത സ്റ്റെപ്പാണ് ജോയിനിങ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് വിത്ത് വെക്ടർ. ഈ കിട്ടിയ DNA ഫ്രാഗ്മെന്റിനെ, നേരത്തെ ഉണ്ടായിരുന്ന DNA ഫ്രാഗ്മെന്റ് ഇല്ലേ, ആ DNA ഫ്രാഗ്മെന്റുകള് ഇപ്പൊ നമ്മള് സെലക്ട് ചെയ്ത വെക്ടറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോ ഇതാ ഈ വെക്ടറിന്റെ അടുത്തോട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ കിട്ടിയ DNA ഫ്രാഗ്മെന്റിനെ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചു. ഇതിനെ നമ്മൾ അപ്പൊ എന്ത് പറയും? റീകോമ്പിനന്റ് DNA ആയില്ലേ, റീകോമ്പിനന്റ് DNA. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഇതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ, ജോയിനിങ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് വിത്ത് വെക്ടർ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈം ഏതാ? കൂട്ടി യോജിപ്പിക്കാനുള്ള പശ, മോളിക്കുലാർ ഗ്ലൂ ഏതാ? ലിഗേസുകളാണ് മോളിക്കുലാർ ഗ്ലൂ എന്ന് പറയുന്നത് കേട്ടോ. DNA ട്രാൻസ്ഫോമൻസിനെ എങ്ങനെ നോൺ ട്രാൻസ്ഫോമൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ നമ്മുടെ വെക്ടറിന്റെ അതെടുത്തപ്പോ ഞാനിപ്പോ പറഞ്ഞു, എന്താ ട്രാൻസ്ഫോംഡ് ആയോ, നമ്മൾ കൊടുത്ത DNA പീസിനെ വെക്ടർ സ്വീകരിച്ചോ ഇല്ലേന്ന് അറിയണം. എനിക്ക് തോന്നുന്നത് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു ഏരിയ ഇതാണ് കേട്ടോ. നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം മക്കളെ. ഓക്കെ, വീഡിയോ അടക്കൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റെസ്റ്റ് എടുത്ത് കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കണം. കണ്ടിന്യൂസ് ആയിട്ട് കാണരുത് കേട്ടോ. ഞാൻ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ടാണ്, പിന്നെ എനിക്ക് കേട്ടോ കുറേ ബിസി ആയതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ അങ്ങനെ നിർബന്ധിച്ച് ചോദിക്കുന്നതുകൊണ്ട് ഒരു സഹായം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതെന്നുള്ളൂ. ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉപകാരപ്പെട്ടെ. എന്തായാലും നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം അത് എല്ലാവർക്കും കിട്ടട്ടെ കേട്ടോ. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഐഡന്റിഫൈ ട്രാൻസ്ഫോമൻസ് ഫ്രം നോൺ ട്രാൻസ്ഫോമൻസ്. നോൺ ട്രാൻസ്ഫോമൻസിൽ നിന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും മക്കളെ? യെസ്, റെഡ് കളർ ആയിക്കോട്ടെ. Ligation of foreign DNA into restriction site will inactivate the antibiotic resistance gene at that site. എന്താ അത് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഒരു പ്ലാസ്മിഡില് എന്തുണ്ട്? ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് സൈറ്റുകൾ 1, 2, 3 ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് സൈറ്റുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ? അതായത് നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്താലും എന്ത് ചെയ്യണം? അതിനെ എതിർക്കാനുള്ള ശക്തി ബാക്ടീരിയകൾ ഭയങ്കര സംഭവമല്ലേ, അവർ നമുക്ക് എത്ര അസുഖങ്ങൾ ഉണ്ടാക്കി തരുന്നത്. അപ്പൊ ആ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ ആർക്കുണ്ട്? ഇതില് നമ്മുടെ ഈ വെക്ടേഴ്സിന്റെ മുകളിലൊക്കെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് സൈറ്റിലോട്ടാണ് നമ്മള്, കാരണം ക്ലോണിങ് സൈറ്റ് അല്ലേ, നമ്മൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മളുടെ DNA പീസിനെ വെക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും?
ഇവിടെ വെക്കണം. ഇവിടെ വെക്കണമെങ്കിൽ ഇവിടുത്തെ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അങ്ങ് പോവും. എന്നിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഫോറിൻ DNAPസിനെ വെക്കുന്നത്. അപ്പൊ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന പാവം വെക്ടറിന് നമ്മളുടെ DNAPസ് എടുത്തപ്പോ എന്ത് സംഭവിച്ചു? അതിന്റെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അങ്ങ് നഷ്ടപ്പെട്ടു. സി, ligation of foreign DNA into the restriction site will inactivate the antibiotic resistance at that site. ആ സൈറ്റിലുള്ള ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അങ്ങ് നഷ്ടപ്പെടും. എക്സാമ്പിൾ പറയാം കേട്ടോ. If the foreign DNA inserted into the tetracycline resistant site, ഇങ്ങോട്ട് നോക്കൂ നിങ്ങൾ. ഇപ്പോ നമ്മളുടെ വെക്ടറിനെ തന്നെ എടുക്കാം. ഇതിന്റെ ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് സൈറ്റ് ഉണ്ട് അല്ലേ? ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് സൈറ്റിലാണ് നമ്മൾ പുതിയൊരു DNAPസിനെ കൊണ്ടുവന്നിട്ട് ആക്കിയതെങ്കിൽ ഈ വെക്ടറിന് എന്ത് സംഭവിക്കും? അതിന്റെ ആന്റിബയോട്ടിക് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് അങ്ങ് നഷ്ടപ്പെടും. അപ്പൊ ടെട്രാസൈക്ലിൻ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് ഡെത്ത് സംഭവിക്കും, അത് ചത്തുപോകും അല്ലേ? അപ്പൊ ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസിന്റെ സൈറ്റിലാണ് വെച്ചാൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് അങ്ങ് നഷ്ടപ്പെടും. ദെൻ അങ്ങോട്ട് ഒഴിഞ്ഞു മാറിക്കൊടുക്കും. അവിടെയാണ് നമ്മുടെ പുതിയ DNA ഇരിക്കുന്നത്. ഇനി ആംബിസിലിൻ റെസിസ്റ്റൻസ് സൈറ്റിലാണ് നമ്മൾ DNAPസ് കൊണ്ടുവന്നെങ്കിലോ ഈ വെക്ടറിന് ആംബിസിലിൻ റെസിസ്റ്റൻസ് അങ്ങ് നഷ്ടപ്പെടും. അപ്പൊ ആംബിസിലിൻ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ വെക്ടർ ചത്തുപോകും. സംഭവം മനസ്സിലായോ? ഏത് സൈറ്റിലാണോ നമ്മൾ അവിടെ DNAPസിനെ കൊണ്ടുപോയിട്ട് ഇരുത്തുന്നത്, ആ സൈറ്റിൽ ആ പവർ അങ്ങ് പോയി. ആ പവർ പോയിട്ട് അതിന് പകരമാണ് നമ്മൾ എന്ത് വെക്കുന്നത്? DNAPസിനെ വെക്കുന്നത്. ഇത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ടെട്രാസൈക്ലിനുള്ള സൈറ്റിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ വെക്ടറിന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് അങ്ങ് നഷ്ടപ്പെടും. ഓക്കെ, ദെൻ പക്ഷെ ആംബിസിലിൻ റെസിസ്റ്റൻസ് അവിടെ ഉണ്ട് കേട്ടോ. കാരണം ആ സൈറ്റിൽ കയറി ഇരുന്നിട്ടില്ലല്ലോ, ആ ഒരു പവർ ഉണ്ടാവും. ദെൻ ഇനി ഇത് പോയിരിക്കുന്നത് ആംബിസിലിൻ റെസിസ്റ്റൻസ് സൈറ്റിലാണെങ്കിലോ ആംബിസിലിൻ റെസിസ്റ്റൻസ് അങ്ങ് നഷ്ടപ്പെടും. പക്ഷെ അവിടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. സംഭവം മനസ്സിലായോ? ഏത് സൈറ്റിലാണോ ഇരിക്കുന്നത്, എവിടെയാണോ കയറിയിരിക്കുന്നത്, ആ ഒരു പവർ ആർക്ക് നഷ്ടപ്പെടും? നമ്മുടെ ഈ വെക്ടറിന് നഷ്ടപ്പെടും. അപ്പൊ ടീച്ചർ അത് എങ്ങനെയാണെന്ന് കൂടി പറയാം. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പറഞ്ഞ സാധനം തന്നെ ആട്ടോ, അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഇതെല്ലാവരും നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്. അപ്പൊ അത് മനസ്സിലാകുന്ന രീതിയിലാണ് ടീച്ചർ പറഞ്ഞിരുന്നത് കേട്ടോ. നിങ്ങൾ നല്ല കുട്ടികളായിട്ടിരുന്നിട്ട് നല്ലോണം ശ്വാസമൊക്കെ മുകളിലോട്ട് വലിച്ച് താഴോട്ട് വിട്ട് ഇരിക്കുക. If the foreign DNA inserted into the tetracycline resistance site അവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ the recombinants lose tetracycline resistance. ഞാൻ പറഞ്ഞു ടെട്രാസൈക്ലിൻ സൈറ്റിൽ ഇരിക്കുക, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് ടെട്രാസൈക്ലിൻ ടെട്രാസൈക്ലിൻ ഉള്ള മീഡിയത്തിൽ കൊണ്ടുവന്നിട്ട് ഇടുകയാണെങ്കിൽ അതിൽ വളരാൻ പറ്റുമോ? വളരാൻ പറ്റില്ല. കാരണം എന്താണ്? അതിന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഇല്ല. റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലേ വളരാൻ പറ്റുള്ളൂ. ഇറ്റ് കനോട്ട് ഗ്രോ ഇൻ എ മീഡിയം കണ്ടെയ്നിങ് ടെട്രാസൈക്ലിൻ. ടെട്രാസൈക്ലിനുള്ള മീഡിയത്തിൽ വളരാൻ പറ്റില്ല. പക്ഷെ അതിനവിടെ എന്തുണ്ട്? ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് അതിന് എവിടെ ഗ്രോത്ത് നടക്കും? ആംബിസിലിൻ ഉള്ള മീഡിയത്തിൽ വളരും. കാരണം അതിനുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ ഗ്രോത്ത് നടക്കും. പോസിറ്റീവ് ആണ്. ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. സംഭവം മനസ്സിലായി? ഏത് സൈറ്റിലാണോ ഇരിക്കുന്നത് ആ സൈറ്റിലെ ആ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് നഷ്ടപ്പെടും. ഇനി നോക്കൂ, ഇതില് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. എന്താ മക്കളെ ഇൻസേഷൻ? ഈ വാക്കെന്നെ കൂട്ടി എഴുതിയാൽ മതി. ഇൻസേഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇനാക്ടിവേഷൻ ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ ഇനാക്ടിവേറ്റ് ആവുക. എങ്ങനെ?
due to the insertion of foreign DNA. ഒരു ഫോറിൻ DNA അങ്ങോട്ട് കയറി ഇരുന്നിട്ട് മുന്നേ ഉണ്ടായിരുന്ന ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ ഇനാക്ടിവേറ്റ് ആവുന്നതിന് പറയുന്ന പേരാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. Inactivation due to insertion, that is insertional inactivation. അപ്പൊ എന്തിനാ ഇനാക്ടിവേറ്റ് ആക്കുന്നു? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ ഇനാക്ടിവേറ്റ് ആക്കുന്നു. ദെൻ എന്താണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്? നമ്മളൊരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തു. റൈറ്റ്? സംഭവം മനസ്സിലായാ? മനസ്സിലായി. യെസ്. ഇനി നമ്മള് ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം സംഭവിക്കും. ഈ ഒരു സാധനം നമ്മളെ ട്രാൻസ്ഫോംഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോംഡ് ആയി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോംഡ് ആയി എന്ന് പറഞ്ഞാൽ നമ്മളുടെ DNA പീസിനെ സ്വീകരിച്ചാൽ അത് ട്രാൻസ്ഫോംഡ് ആയി. നമുക്കിത് സ്വീകരിച്ചോ ഇല്ലേന്ന് അറിയണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ടെട്രാസൈക്കിളിനുള്ള സൈറ്റിലാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. ടെട്രാസൈക്കിളിനുള്ള സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ആംബിസിലിൻ സൈറ്റിൽ കയറിയിരുന്നതാണെങ്കിൽ എന്ത് ചെയ്യും? ടെട്രാസൈക്ലിൻ സൈറ്റിൽ വളരും. അപ്പൊ ഒരു കാര്യം എന്ന് വെച്ചാൽ ആംബിസിലിൻ സൈറ്റിൽ വളരാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമുള്ള റീകോമ്പിനന്റ് ആയിട്ടുള്ള സംഭവം കിട്ടില്ലല്ലോ നമുക്ക്. കാരണം അതിന് ഡെത്ത് സംഭവിക്കൂലേ. അപ്പൊ നമ്മളൊരു സാമ്പിളിലാണ് ഇത് ചെയ്യാറുള്ളത്. പക്ഷെ അപ്പോഴും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ. നമുക്ക് ആവശ്യമുള്ള സാധനം ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കി. അപ്പൊ നോക്കൂ, നമ്മൾ കൊടുത്ത DNA ബേസിന് സ്വീകരിച്ച ആള് ചത്തുപോയി. കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോ നമുക്ക് ഒരു കാര്യം ചെയ്യാം. പുതിയൊരു മെത്തേഡ് നമുക്ക് നോക്കാം. ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. അതായത് recombinant DNA inserted into the coding sequence of enzyme ബീറ്റാ ഗാലക്ടോസിഡേസ്. ടീച്ചർ ചിത്രം ഡയഗ്രാം വരച്ചിട്ട് കാണിച്ചാൽ ഇപ്പൊ നമ്മളുടെ ഒരു എൻസൈം. ഓക്കെ, ആ എൻസൈമിന്റെ പേര് പറഞ്ഞു ബീറ്റാ ഗാലക്ടോസിഡേസ്. ദെൻ റീകോമ്പിനന്റ് DNA ഈ ബീറ്റാ ഗാലക്ടോസിഡേസിന്റെ കോഡിംഗ് സീക്വൻസിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ഇതിങ്ങനെ വായ തുറന്നിരിക്കുക. നിങ്ങൾ ഇമാജിൻ ചെയ്യത് വായ തുറന്നിരിക്കാന്ന് വിചാരിക്കാം. അതിന്റെ വായയിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് സംസാരിക്കാൻ പറ്റുമോ? അത്ര ആലോചിച്ചാൽ മതി കേട്ടോ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് എന്ത് ചെയ്തു? നമ്മളത് ഇൻസേർട്ട് ചെയ്താൽ ഇറ്റ് ലീഡ്സ് ടു ഇനാക്ടിവേഷൻ ഓഫ് എൻസൈം. അപ്പൊ എന്ത് ചെയ്തു? ആ എൻസൈം ഇനാക്ടിവേറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ സാധാരണയായിട്ട് എൻസൈം presence of chromogenic substrate produce no color for recombinant. സാധാരണയായിട്ട് ഇതിലോട്ട് നമ്മൾ ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യണം. എന്തിനു വേണ്ടി? സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ നോർമൽ ആയിട്ടുള്ള ഒരു ബീറ്റാ ഗാലക്ടോസിഡേസ് നമ്മൾ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ ബ്ലൂ കളറിൽ കാണും. ബ്ലൂ കളർ തരും. ഓക്കെ, ബ്ലൂ കളർ അതിന്റെ ശരിക്കുള്ള ഭാഷ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. പക്ഷേ നമ്മളുടെ റീകോമ്പിനന്റ് DNA സ്വീകരിച്ചിട്ടുള്ള ബീറ്റാ ഗാലക്ടോസിഡേസ് ആണെങ്കിൽ അതിന് ശരിക്കും പ്രവർത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ബ്ലൂ കളർ തരുമോ? ഇല്ല, നോ കളർ. ഓക്കെ, കളർ തരില്ല. അപ്പൊ കളർ ഇല്ലെങ്കിൽ കളേഴ്സ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് റിസൾട്ട് കിട്ടുന്നത് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ട്രാൻസ്ഫോംഡ് ആയിട്ടുണ്ട്. ആള് മൊത്തം മാറിയിട്ടുണ്ട്. കാരണം മുന്നേ ബ്ലൂ കളർ തന്നിരുന്ന ആളാ. പക്ഷെ ഇപ്പൊ എന്തായി? ഇത് ഇൻസേർഷൻ ഇനാക്ടിവേഷൻ സംഭവിച്ചു. ബ്ലൂ കളർ തരാൻ പറ്റുന്നില്ല, മിണ്ടാണ്ടായി. അതാണ് ന്യൂ കളർ ആണ്. നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ട്രാൻസ്ഫോംഡ് ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത DNA പീസിനെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒന്നുകൂടി ടീച്ചർ പറയാം. റീകോമ്പിനന്റ് DNA inserted into the coding sequence of enzyme. ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന എൻസൈമിന്റെ പേര് ഓർത്തു വെക്കുക. ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം ആണ്.
It leads to inactivation of enzyme. അപ്പോൾ enzyme inactivate ചെയ്യുന്നതിന്റെ ആ ടേം നമ്മൾ ഓർത്ത് വെക്കുക. That is insertional inactivation. സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആണ്. നോർമൽ ആയിട്ടുള്ളതാണെങ്കിൽ അത് തരുന്നത് നമുക്ക് ബ്ലൂ കളറാണ്. പക്ഷെ നമ്മളുടെ DNA പീസിനെ സ്വീകരിച്ചിട്ടുള്ള റീകോംബിനന്റ് ആയിട്ടുള്ള ആകെ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഈ എൻസൈം ബീറ്റ ഗാലക്ടോസിഡേസ് എന്ത് ചെയ്യൂല? ബ്ലൂ കളർ തരില്ല, മിണ്ടില്ല. ഓക്കെ, നോ കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുക, റൈറ്റ്? അപ്പൊ അതാണ് നമ്മൾ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് വെച്ചിട്ട് നീ മാറിയോ ഇല്ലേ, ട്രാൻസ്ഫോംഡ് ആയോ ഇല്ലേ, ഇല്ലേ, നോ. അതാണ് അത് മനസ്സിലാക്കുന്നത് ഇങ്ങനെ കേട്ടോ. വൈറ്റ്, ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് എന്നാണ് പറയാ. ബ്ലൂ വരെയാണെന്ന് വെച്ചാൽ ട്രാൻസ്ഫോംഡ് ആയിട്ടില്ല, മാറിയിട്ടില്ല. വൈറ്റ് ആവുകയാണെങ്കിൽ എന്താണ്? മൊത്തം ട്രാൻസ്ഫോംഡ് ആയി. ഓക്കെ, സംഭവം ബ്ലൂ വൈറ്റ് സ്ക്രീൻ. ഇതെന്താണ്? ട്രാൻസ്ഫോംഡ് അല്ല. ഇതെന്താണ്? ട്രാൻസ്ഫോംഡ് ആണ്. ഇനി ഈ RDNA മക്കളെ, കുട്ടികളെ, സുന്ദരന്മാരെ, സുന്ദരിമാരെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസേർഷൻ ഓഫ് RDNA ഇൻടു ഹോസ്റ്റ് സെൽ. ഇപ്പൊ നമ്മുടെ കയ്യിൽ മൊത്തമായിട്ട് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ആരുണ്ട്? ഒരു റീകോംബിനന്റ് DNA ഉണ്ട്. കണ്ടാ, ഇതില് നമ്മൾ കൊടുത്ത പീസ് ഏതായിരുന്നു? ഒരു ബ്ലൂ കളർ. യാ, ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്, പ്ലാസ്മിഡ് വരുന്നുണ്ട്. ഓക്കെ, ഇതിനെ ഇനി നമുക്ക് എങ്ങോട്ട് കൊടുക്കണം? വളരാൻ വേണ്ടി വിടണ്ടേ? ഈ വെക്ടർ അല്ലെങ്കിൽ വെഹിക്കിളിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇനി എങ്ങോട്ട് എത്തണം? ഇത് വളരാൻ വേണ്ടി ഒരു ബാക്ടീരിയയിലോട്ട് എത്തണം. അപ്പൊ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബാക്ടീരിയ നമുക്ക് എപ്പോഴും അറിയാം, എസേഷ്യ കോളി. പാവം ബാക്ടീരിയനെ തന്നെ നമ്മൾ എല്ലാറ്റിനും യൂസ് ചെയ്യുക കേട്ടോ. വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എസേഷ്യ കോളി അല്ലെങ്കിൽ ഈ കോളി ബാക്ടീരിയ. അപ്പൊ നമ്മുടെ ഈക്കോളി ബാക്ടീരിയ അങ്ങനെ നമ്മളിപ്പോ പെട്ടെന്ന് ഒരാള് ഇവിടെ വന്നിരിക്കട്ടെ, നിങ്ങൾ ബെഞ്ചിലിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇവിടെ ഇരിക്കട്ടെ, നമ്മൾ സ്വീകരിക്കുവോ? ഇല്ല. പെട്ടെന്നൊന്നും ഈ റീകോംബിനന്റ് DNA സ്വീകരിക്കാൻ ആര് തയ്യാറാവില്ല? ഈക്കോളി തയ്യാറാവില്ല. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ വി ക്യാൻ മേക്ക് ദ ഹോസ്റ്റ്. ഇതാണ് ഹോസ്റ്റ്, അല്ലെങ്കിൽ ഈക്കോളിനെയാണ് നമ്മൾ ഹോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈക്കോളി അല്ലേ? അപ്പൊ ഈ ഈക്കോളിനെ നമ്മൾ കോമ്പീറ്റന്റ് ആക്കണം. സ്വീകരിക്കൂല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പഠിക്കൂല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ എക്സാമിന്റെ സമയമായി കഴിഞ്ഞാൽ ടീച്ചർ ഒരു എക്സാം ക്യുക്ക് റിവിഷൻ വേണം, ഒരു ചാപ്റ്ററിന്റെ ഫുൾ വീഡിയോ ഇട്ട് തരും എന്നൊക്കെ പറയുന്നില്ല. അത് കോമ്പീറ്റന്റ് ആവുക, എക്സാം നമ്മളെ കോമ്പീറ്റന്റ് ആക്കുക. അപ്പൊ ഇതിനെന്ത് ചെയ്യാം? സ്വീകരിക്കാൻ വേണ്ടി മേക്ക് ദ ഹോസ്റ്റ് കോമ്പീറ്റന്റ് റിസീവ് അല്ലേ? ഇതിനെ കോമ്പീറ്റന്റ് ആക്കണം. സിൻസ് ദ DNA ഈസ് ഹൈഡ്രോഫിലിക് ആയതുകൊണ്ട് DNAക്ക് സെൽ മെംബ്രെയിനിലൂടെ നേരിട്ട് ഉള്ളിലോട്ട് കടന്നു പോകാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇതിനെ എന്ത് ചെയ്യാം? ഒന്ന് മയപ്പെടുത്തി എടുക്കണം. ഈക്കോളിനയുടെ പാവല്ലേ, നമ്മുടെ റീകോംബിനന്റ് DNA അല്ലേ, നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ. അപ്പൊ ഈക്കോളിനെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കുറച്ച് ഡൈവാലന്റ് കാറ്റയോൺ, കാൽഷ്യം പോലത്തെ ഡൈവാലന്റ് കാറ്റയോൺ ഒക്കെ വെച്ച് ഒന്ന് മയപ്പെടുത്തി എടുക്കും. ഇത് നീ സ്വീകരിക്കട്ടോ. ഓക്കെ, അതാണ് ഫസ്റ്റ്. ട്രീറ്റ് വിത്ത് ഡൈവാലന്റ് കാറ്റയോൺ. അപ്പോഴും പെട്ടെന്ന് സ്വീകരിക്കോ? ഇല്ല. ദെൻ ഇനി പോലീസ് മുറകൾ തന്നെ. ഇൻക്യുബേറ്റ് സെൽസ് വിത്ത് RDNA ഓൺ ഐസ്. ഐസിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വെക്കും. ഐസും കട്ടന്റെ മുകളിൽ വെച്ചിട്ട് പോലീസുമാരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടല്ലേ? ആഹാ, നീ സ്വീകരിക്കൂലടാ. ഓക്കെ, ഇൻക്യുബേറ്റ് സെൽസ് വിത്ത് RDNA ഓൺ ഐസ്. Then place them with a 42-degree heat shock. ഈ ഐസിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ഹീറ്റ് ഷോക്ക് കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും? put them back on ice. പിന്നെ ഐസ്ക്ക് കൊണ്ടുപോയി വെക്കും. അപ്പൊ ഈക്കോളി പറയാം, അയ്യോ ഞാൻ സ്വീകരിച്ചോളാമേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈക്കോളിയെ നമ്മൾ എന്ത് ചെയ്യും? കോമ്പീറ്റന്റ് ആക്കി മാറ്റും. അപ്പൊ ഈക്കോളിയെ കോമ്പീറ്റന്റ് ആക്കി മാറ്റുന്ന സ്റ്റെപ്പുകളാണെന്ന് ഡൈവാലന്റ് കാറ്റയോൺ കൊണ്ട് ട്രീറ്റ് ചെയ്യും, ഐസിലോട്ട് വെക്കും, ദെൻ ഹീറ്റ് ഷോക്ക് കൊടുക്കും, ദെൻ പിന്നെയും ഐസിലോട്ട് വെക്കും. അപ്പൊ മനസ്സിലായില്ലേ? ഇൻസേർഷൻ ഓഫ് RDNA ഇൻടു ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിലോട്ട് നമ്മളുടെ ഈ RDNA ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോ ഐസും കട്ടയിൽ വെച്ചു, കാൽഷ്യം കൊണ്ട് ട്രീറ്റ് ചെയ്ത് ഐസിൽ വെച്ചു, തീയിൽ വെച്ചു, ഐസിൽ വെച്ചു. അയ്യോ പാവം ഈ കോളി സ്വീകരിക്കുക എന്ന് പറയാണ്. ഇനി ഈ കോളിയിലോട്ട് എങ്ങനെ നമ്മൾ ഈ RDNA സ്വീകരിക്കാന്നൊക്കെ ഒരു സെറ്റിൽ ഇരിക്കുകയാണ്.
അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യും? ഇൻസേർഷൻ ഓഫ് RDNA ഇൻടു ഹോസ്റ്റ് സെൽ. ഈ ഈക്കോളിയിലോട്ട് നമ്മൾ RDNA ഇൻസേർട്ട് ചെയ്യണം. 2 മെത്തേഡ്സ് ആണുള്ളത്, എപ്പോഴും ചോദിക്കും. ഒന്ന് മൈക്രോ ഇഞ്ചക്ഷൻ, നേരെ RDNA DNA ഡയറക്ട്ലി ഇൻജക്റ്റഡ് ഇൻ ടു ദ ന്യൂക്ലിയസ് അല്ലെ, ന്യൂക്ലിയസിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻജക്ട് ചെയ്ത് കഴിക്കാം. അങ്ങനെ നമ്മൾ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻജക്ട് ചെയ്ത് കയറ്റി. അതിനാണ് മൈക്രോ ഇഞ്ചക്ഷൻ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മൈക്രോ ഇഞ്ചക്ഷൻ. രണ്ടാമത്തെ ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ എന്ന് വെച്ചാൽ the cells are bombarded with the high velocity micro particles of gold or tungsten coated with DNA. നമ്മളെ സ്വർണ്ണത്തിൽ പൊതിഞ്ഞു കൊടുത്താൽ സ്വീകരിക്കുന്ന പറയല്ലേ എല്ലാവരും. അപ്പൊ ഈ ഗോൾഡ് ഓർ ടങ്സ്റ്റന്റെ മുകളിൽ എന്ത് ചെയ്യുക, കോട്ട് ചെയ്തിട്ട് DNA ബംബാർഡ് ചെയ്യുക, അങ്ങോട്ട് ഇടിപ്പിക്കുക അല്ലെ. ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെൽസ് ആർ ബംബാർഡഡ് with high velocity microparticles or of gold or tungsten coated with DNA. ഇതിനാണ് ബയോലിസ്റ്റിക്സ് ഓർ. അപ്പൊ ഇൻസേഷൻ ഓഫ് RDNA ഇൻടു ഹോസ്റ്റ് സെല്ലിന്റെ സ്റ്റെപ്പുകൾ ചോദിക്കാറുണ്ട്. മൈക്രോ ഇഞ്ചക്ഷൻ എന്താ ചോദിക്കാറുണ്ട്, ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ എന്താന്ന് ചോദിക്കാറുണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞു പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ പഠിക്കണം. നമ്മൾ അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ. ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. ഇപ്പൊ ടീച്ചർ ഒന്നുകൂടി ആ സ്റ്റെപ്പുകൾ ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഒന്നും കൂടി നോക്കിക്കോളൂ കേട്ടോ. യെസ്, ഓക്കെ. എവിടെയായിരുന്നു? ഒന്ന് ഐസൊലേഷൻ ഓഫ് DNA പഠിച്ചു, കട്ടിംഗ് ഓഫ് DNA പഠിച്ചു, സെപ്പറേഷൻ ഓഫ് DNA പഠിച്ചു, ജെൽ ഇലക്ട്രോഫോറേസ്, ആംപ്ലിഫിക്കേഷൻ PCR പഠിച്ചു, വെക്ടറുമായിട്ട് ജോയിൻ ചെയ്യുന്നത് പഠിച്ചു, ഇൻസേഷൻ ഓഫ് RDNA ഇൻടു ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് പഠിച്ചു. ഇനി 7ാമത്തെയും 8ാമത്തെയും സ്റ്റെപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. Obtaining the foreign gene product. ഇനിയുള്ളത് obtaining the foreign gene product അല്ലേ. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ RDNA ടെക്നോളജി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എയിം ഓഫ് RDNA technology is to produce a desirable protein. The cells with the foreign genes can be grown in a laboratory. അതായത് നമ്മുടെ ഈക്കോളി ഉണ്ടല്ലോ, ഈക്കോളിന്റെ ഉള്ളിലോട്ടല്ലേ കയറ്റിയത്. ഈ സെല്ലുകളെ നമ്മൾ ഒരു ലബോറട്ടറിയിൽ വളർത്തും. and the cultures are used to extract the desirable protein. അപ്പൊ എന്ത് ചെയ്യും, അതിൽ ജീൻ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അത് ഒരു ഡിസൈറബിൾ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ കിട്ടിയ പ്രോട്ടീൻ തന്നെ ഇൻസുലിൻ, അതുപോലെ തന്നെയുള്ള ആന്റിബയോട്ടിക്സ്, മറ്റ് കെമിക്കൽസ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലേ. അപ്പൊ അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തും അല്ലെ. അപ്പൊ അതാണ് ഏത് ഒബ്റ്റെയിൻ ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെസലാണ് ബയോറിയാക്ടർ എന്ന് പറയുന്നത്. എന്താണ് ബയോറിയാക്ടർ? ബയോറിയാക്ടേഴ്സ് ആർ വെസൽസ്. ഒരു വെസൽ ഉണ്ടാവും in which raw materials are biologically converted into specific products. എന്ത് ചെയ്യും, ആ വെസലിൽ വെച്ചിട്ട് ഈ മെറ്റീരിയൽസിനെ നമ്മൾ ബയോളജിക്കലി കൺവേർട്ട് ചെയ്യാണ്. സ്പെസിഫിക് പ്രോഡക്ട്സ്, എൻസൈംസ് ഉണ്ടാവും, യൂസിങ് മൈക്രോബിയൽ പ്ലാന്റ് ഓർ ആനിമൽ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഒരു ബയോറിയാക്ടറിന് എന്തൊക്കെ ആവശ്യമുണ്ട്? ഒപ്റ്റിമൽ ഗ്രോത്ത്. കാരണം ജീവനുള്ളതിനെയാണ് നമ്മൾ ഇതിൽ വളർത്തുന്നത്. വളരാൻ വേണ്ട സാധനങ്ങളൊക്കെ വേണം. pH കറക്റ്റ് ആവണം, ടെമ്പറേച്ചർ കറക്റ്റ് ആവണം, സബ്സ്ട്രേറ്റ്, സാൾട്ട്, വൈറ്റമിൻസ്, ഓക്സിജൻ, ഇതൊക്കെ കറക്റ്റ് ആവണം ടു ഗെറ്റ് ദ ഡിസൈർഡ് പ്രോഡക്റ്റ് ഇല്ലേ. ഇതെല്ലാം കിട്ടണം. സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബയോ റിയാക്ടർ ആണ് സ്റ്റിയറിംഗ് ടൈപ്പ് ഓർ സ്റ്റിയർ ടാങ്ക് ബയോ റിയാക്ടർ. അപ്പോ എന്താണത്? ഇവര് നോക്കൂ, എന്നിട്ട് ഇങ്ങനെ ബയോ റിയാക്ടറിനെ ഉപയോഗപ്പെടുത്തുന്ന നോക്കൂ. കേൾക്കണ്ട, ബയോ റിയാക്ടർ
ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റിയേർഡ് ടാങ്ക് ബയോറിയാക്ടർ. കണ്ടോ, ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ വളർത്തുന്നത്. കണ്ടോ, ഇവിടെ നോക്കൂ, ആസിഡ് ബേസ്, pH കൺട്രോൾ, മോട്ടർ ഉണ്ട്, ഫോം ബ്രേക്കർ ഉണ്ട്, കൾച്ചർ ഉണ്ടോ, സ്റ്റെറൈൽ എയർ ഉണ്ട് അല്ലേ. അപ്പൊ എന്താണ് സ്റ്റിയേർഡ് ടാങ്ക് ബയോറിയാക്ടറിലുള്ളത് നോക്കാം നമുക്ക്. ചോദിക്കാറുണ്ട്. ഇറ്റ് ഹാസ് an agitator സിസ്റ്റം ഉണ്ട് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഓക്സിജൻ ഡെലിവറി, നമ്മളുടെ ഈ ഫിഷ് ടാങ്കിലൊക്കെ ഉണ്ടാവില്ല, ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ഉണ്ട്. ഫോം കൺട്രോൾ, പതുകളൊക്കെ വരില്ല, അത് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്, pH കൺട്രോൾ ചെയ്യുന്നത്. ദെൻ സാമ്പിളിംഗ് പോഡ്സ്, അതായത് പീരിയോഡിക്കലായിട്ട് ഉണ്ടായ സാധനങ്ങളെ നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റാനുള്ള സാമ്പിളിംഗ് പോഡ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ എന്തിനുണ്ട്, ഒരു സ്റ്റിയേർഡ് ടാങ്ക് ബയോ റിയാക്ടറിന് ഉണ്ട്. Then ഇനി ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആണ്. അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് വെച്ചാല് ഈ കിട്ടിയ സാധനമല്ല, ഈ പ്രോഡക്റ്റുകള് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് അതിനെ പ്യൂരിഫൈ ചെയ്തു അല്ലെ, ക്ലീൻ ആക്കി of gene products. Separation and purification of gene products are known as downstream processing. Then ഇത് സെപ്പറേറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ ആന്റിബയോട്ടിക്സ്, മെഡിസിൻസ്, ഇതിനൊക്കെ മുകളിൽ എന്ത് ചെയ്യും, അച്ചാറിലൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളില്ലാത്ത പ്രിസർവേറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യും. സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ് കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു സാധനം പെട്ടെന്ന് തന്നെ നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുമോ? ഇല്ല. ഒരു മരുന്ന് ഇറക്കുകയാണെങ്കിൽ, ഒരു വാക്സിൻ ഇറക്കുകയാണെങ്കിൽ ഒക്കെ തന്നെ എന്ത് ചെയ്യണം, ക്ലിനിക്കൽ ട്രയൽസ് വേണം. ദെൻ ക്വാളിറ്റി കൺട്രോൾ വേണം. ഇത് ക്വാളിറ്റി ഇപ്പൊ നമുക്ക് കുറേ മാർക്കറ്റിൽ, എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ തന്നെ കുറേ സാധനങ്ങൾ നമ്മൾ വിൽക്കുന്ന മാർക്കറ്റിങ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ നമുക്ക് ക്വാളിറ്റി കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് കിട്ടുമ്പോഴേക്ക് നമ്മൾ അതെല്ലാം കൂടി മുഖത്ത് വരുത്തേക്കുക അല്ലെങ്കിൽ കഴിക്കുക അങ്ങനെയല്ല ചെയ്യുന്നത്. ക്വാളിറ്റി കൺട്രോൾ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ഫോർ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി സാധനം. അപ്പൊ ഇത്രയാണ് നമുക്ക് ബയോടെക്നോളജിയിൽ മക്കളെ പഠിക്കാനുള്ളത്. അപ്പോ എന്തായാലും ഈ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര പ്രയാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ ഈസി ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റെപ്പുകൾ ഓർഡറിലാണ് കേട്ടുള്ളത്. നിങ്ങൾ ഇടയിൽ സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ആ ഒരു ഫ്ലോ കിട്ടില്ല. കാരണം ഇത് നമ്മൾ ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനെയാണ് ഈ വീഡിയോയിൽ പഠിക്കുക. മറ്റുള്ള ചാപ്റ്റേഴ്സ് ഞാൻ ഇങ്ങനെ പറയൂല കേട്ടോ, സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ കാണാം. പക്ഷെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം. എന്നാലാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഒരു വട്ടം ഈ വീഡിയോ കണ്ട ഒരാൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും സിമ്പിളായിട്ട് ഈ ഒരു ചാപ്റ്റർ പറയുന്ന ഒരു വീഡിയോ നമ്മുടെ മലയാളത്തിൽ അവൈലബിൾ അല്ല. അത് മനസ്സിലാക്കുക. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. കാരണം ഇതിൻ്റെ മുകളിൽ കുറച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ദെൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നല്ല കുട്ടികളായിരിക്കുക, സന്തോഷമായിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.